വാഗ്ദത്തങ്ങളാണ് ദൈവമക്കളെ. 8000-ഓളം വാഗ്ദത്തം നിറഞ്ഞു നിൽക്കുന്ന ഈ വിശുദ്ധ ബൈബിളിലെ വാഗ്ദത്തങ്ങളുടെ നിരയെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ്ലീഹ ഇങ്ങനെ പറയുകയാണ്: ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവിന്റെ ഏക ശരീരസ്ഥരും കൂട്ടവകാശികളും വാഗ്ദത്തത്തിൽ പങ്കാളികളുമാകും. ഉൽപ്പത്തി പുസ്തകം തുടങ്ങി വെളിപ്പാട് പുസ്തകം വരെ കിടക്കുന്ന ദൈവിക പദ്ധതി എന്ന ഈ വിശുദ്ധ ബൈബിളിലെ ഈ 66 പുസ്തകത്തിൽ 8000-ഓളം വാഗ്ദത്തങ്ങളുണ്ട്. അതെല്ലാം എന്റേതും നിങ്ങളുടേതുമാണ്. അവ ചിലത് ഭൂമിയിലുള്ളതും ഇനി മറ്റു ചിലത് നിത്യതയിലുള്ളതുമാണ്. എല്ലാം വിശദമായി ചിന്തിപ്പാൻ ഇപ്പോൾ നമുക്ക് അതിനുള്ള സാഹചര്യം പോരാ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ചില വാഗ്ദത്തങ്ങളെല്ലാം ഭൂമിയിലുള്ളതാണ്, ഇനിയും ചില വാഗ്ദത്തങ്ങളെല്ലാം സ്വർഗത്തിലുള്ളതാണ്. ഭൂമിയിലെ വാഗ്ദത്തങ്ങളെ കുറിച്ച് പഠിച്ചാൽ വേദപുസ്തകത്തിൽ അനേക വാഗ്ദത്തങ്ങളുണ്ട്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്നുള്ളത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ഞാൻ നിന്നെ അനാഥനായി വിടത്തില്ല എന്നുള്ളത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ഒരു ശത്രു നിന്നെ തൊടുകയില്ല എന്നുള്ളത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കുവാൻ ഞാൻ ദൂതനോട് കൽപ്പിച്ചു എന്നുള്ളത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല എന്നുള്ളത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. നീ പുറത്തു പോകുമ്പോഴും അകത്തു വരുമ്പോഴും ഞാൻ നിന്നെ അനുഗ്രഹിക്കാം എന്നുള്ളത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. അങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന വാഗ്ദത്തത്തിന്റെ ഉടമകളായ ദൈവമക്കളെ, നീതിയുള്ള പരിശുദ്ധ പിതാവ് തന്റെ ഏകജാതനെ യാഗമായി അർപ്പിച്ച യാഗപീഠം അവശേഷിക്കും പോലെയും നമ്മുടെ മശിഹ പൗരോഹിത്യമേറ്റ് പുരോഹിതനായി തുടരുന്നത് പോലെയും അനന്ത നിത്യതയിലെത്തി നിന്റെ അവകാശം പ്രാപിക്കുവോളം വിശുദ്ധ തിരുവെഴുത്തിലെ വാഗ്ദത്തങ്ങൾക്ക് കൃപയാൽ ഞാനും നിങ്ങളും അവകാശികളാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ ഈ വാഗ്ദത്തങ്ങളുടെ വിഷയങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഈ വാഗ്ദത്തം പല രീതിയിൽ ദൈവം നമുക്ക് തരും. ചിലപ്പോൾ ദൈവം നമുക്ക് തരുന്ന വാഗ്ദത്തങ്ങൾ നല്ല ആത്മീയ ദർശനങ്ങളായിരിക്കും, നല്ല ആത്മീക ദർശനങ്ങൾ. ചിലർ ദർശനം കണ്ടാൽ ഓർത്തിരിക്കും, ചിലർ ദർശനം കണ്ടാൽ മറന്നുപോകും. ദൈവം നമുക്ക് തരുന്ന വാഗ്ദത്തങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ അത് 4 ഭാഗങ്ങളായി തിരിച്ചു പഠിക്കാം. അതിലൊന്ന് ദൈവമക്കളെ അത് ദർശനമാണ്. ചിലപ്പോൾ ആഴമേറിയ ദർശനങ്ങൾ നമുക്ക് തരും. പക്ഷേ അതിന്റെ ആഴം ഗ്രഹിപ്പാൻ കഴിയാതെ പലപ്പോഴും നാം ദുഃഖത്തിലും നിരാശയിലും തപ്പിത്തടയാറുണ്ട്. അപ്പോൾ ദർശനത്തിൽ കൂടെ ദൈവം ചില വാഗ്ദത്തങ്ങൾ തരും. ചിലപ്പോൾ ദൈവ ശബ്ദത്തിൽ കൂടെ ദൈവം നമ്മോട് സംസാരിക്കും. അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. നീ ഭയപ്പെടരുത്, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. ഞാൻ നിന്നെ വാലല്ല, ഞാൻ നിന്നെ തലയാക്കാം. ഞാൻ നിനക്ക് മുൻപേ പുറപ്പെട്ട് ദുർഘടങ്ങളെ നിരപ്പാക്കി തരാം. നിന്റെ ശത്രു ബലവാനാണെങ്കിലും അവൻ നിന്നെ ജയിക്കത്തില്ല. ഇതെല്ലാം ദൈവശബ്ദമാണ്. കഴിഞ്ഞ നാളുകളൊന്ന് ഓർത്തു നോക്കണം. ഇന്ന് രാത്രിയിൽ പകലെല്ലാം ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എന്റെ ആത്മാവ് ഹേമിച്ചു. ഒരു ഭീകരമായ വർഷം നമ്മെ വിട്ടു പോവുകയാണ്. 2013 എന്ന് പറയുന്ന ഭീകരമായൊരു വർഷം. ഒന്ന് തിരിഞ്ഞു നോക്കുവേൻ. എത്രയോ പേർ മരണം വഴിയായി ലോകം വിട്ടുപോയി. എത്രയോ പേർ ദുഃഖത്തിലും ദുരിതത്തിലും ആയിരിക്കുന്നു. എത്രയോ മനുഷ്യർ ദൈവകൃപയ്ക്ക് അന്യരായി. നമ്മുടെ കർത്താവ് നമ്മോട് ദയ കാണിച്ചല്ലോ. ആണ്ടുകൾ കഴിയും മുമ്പ് ദൈവശബ്ദം എന്ന വാഗ്ദത്തം നിവർത്തിക്കപ്പെടട്ടെ. ആണ്ടുകൾ കഴിയും മുമ്പ് സ്വർഗീയ ദർശനമായ വാഗ്ദത്തങ്ങൾ നമ്മൾ നിവർത്തിക്കട്ടെ. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ നിത്യതയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു യാഗപീഠമുള്ളതുപോലെയും നിങ്ങൾക്കൊരു പുരോഹിതനുള്ളതുപോലെയും അതേ അർത്ഥത്തിൽ ബൈബിൾ പറയുന്നു നിങ്ങൾക്ക് ഈ വാഗ്ദത്തങ്ങളുണ്ട്. ഇത് പ്രാപിച്ചേ നാം ദൈവസന്നിധി വിട്ടുപോകാം. നമുക്ക് ദൈവം നിയമിച്ചു തന്നിരിക്കുന്ന ആയുസ് അത് ദീർഘമാണോ ചുരുക്കമാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ദീർഘമായാലും ചുരുക്കമായാലും അതിനുള്ളിൽ ഈ വാഗ്ദത്തങ്ങൾ നേടിയെടുക്കണം. തിരുവെഴുത്ത് നാം നോക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ദർശനം വാഗ്ദത്തത്തിന്റെ വശമാണ്. വർഷങ്ങൾ കഴിയുമ്പോൾ അത് നിറവേറും. പലതും നിറവേറിയ ശേഷമാണ് നമ്മുടെ ഓർമ്മയിലേക്ക് മടങ്ങി വരുന്നത്. ആയതുപോലെ ദൈവശബ്ദം അത് നിശ്ചയമായും ദൈവമക്കളെ അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. വർഷങ്ങൾ പലത് കഴിയുമ്പോൾ അത് നിവർത്തിക്കപ്പെടും. ഇനി അടുത്തതായി അഭിഷേകം, നമ്മുടെ മേൽ പകരുന്ന അഭിഷേകം അത് വാഗ്ദത്തത്തിന്റെ ഒരു അടയാളമാണ്. അത് ചിലപ്പോൾ വർഷങ്ങൾ കഴിയുമ്പോൾ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിച്ചേരും. അതിലുപരിയായി ദൈവത്തിന്റെ വിശുദ്ധന്മാർ നമുക്ക് തന്നിരിക്കുന്ന ദൂതുകൾ, അതൊരു വാഗ്ദത്തമാണ്. പലപ്പോഴും നീ ദുഃഖത്തോടെ, നിരാശയോടെ, മാനസിക സംഘർഷാവസ്ഥയോടെ ഒരു കാലത്തും അതിജീവിക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് നിന്റെ പ്രാണൻ വ്യാകുലപ്പെട്ട് ദൈവത്തിന്റെ ആലയത്തിൽ വന്നപ്പോൾ നീ ആരെന്നോ എന്തെന്നോ നിന്റെ
അവസ്ഥ എന്തെന്നോ അറിയാത്ത വിശുദ്ധന്മാർ ദൂതുകളിൽ കൂടെ നിന്നോട് സംസാരിച്ചില്ലേ? പ്രവചനത്തിൽ നിന്നോട് സംസാരിച്ചില്ലേ? ഞാൻ ചേത്തക്കൽ എന്ന സ്ഥലത്ത് ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ഒരു ദിവസം പ്രഭാതത്തില് സൺഡേ സ്കൂൾ സമയമായപ്പോൾ ഒരു കൊച്ചു പയ്യൻ പൊന്നൂർ സൂട്ടി, ഇപ്പോൾ അവൻ എവിടെയോ എറണാകുളത്ത് ഒരു MBBS ഡോക്ടറാണ്, നമ്മൾ വളരെ കുഞ്ഞാണ്. അവൻ റൂമിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, വസപ്പച്ച, ഒരു അപരിചിതനായ മനുഷ്യൻ വന്നിരിക്കുന്നു. അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചു ഞങ്ങളൂടെ പായിട്ടോട്ടെ. അപ്പൊ ഞാൻ ഇറങ്ങി വന്ന് നോക്കി, ഒരു ചെറുപ്പക്കാരൻ സാധുവായ ഒരു പയ്യൻ, അദ്ദേഹം ഇങ്ങനെ പായിട്ടോട്ടെ, അദ്ദേഹം കൂടി പായിട്ടു. അപ്പോൾ എനിക്ക് ഇദ്ദേഹത്തെ കുറിച്ച് യാതൊന്നും അറിഞ്ഞുകൂടാ. ആരാധനയുടെ സമയമായി ദുഃഖിതനായി അദ്ദേഹം ഒരു മൂലയ്ക്ക് ഇരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ ദൈവ സാന്നിധ്യം ഹോളിൽ വ്യാപരിച്ചുകൊണ്ടേയിരുന്നു. വയോധ്യനായ ഒരു അമ്മയാണോ അപ്പനാണോ ആരോ പ്രവചിച്ചു, ഭയങ്കരമായ ശക്തിയോടെ പ്രവചിച്ചു പറഞ്ഞു, മകനെ, ഞാൻ നിന്നെ അനാഥനായി വിട്ടിട്ടില്ല. ആര് നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. ഞാനിത് ആ ശബ്ദം മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പരിസരം മറന്ന് ആത്മാവിൽ നിറഞ്ഞു, ഭയങ്കരമായി ഉണർവായി. ഞാൻ ഓർത്തിത് എന്താണ് സംഭവം. മീറ്റിംഗ് കഴിഞ്ഞു, ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു, ദൈവമക്കളെ. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാനൊരു ഖനാന യാക്കോബ കുടുംബത്തിൽ നിന്ന് ബെന്തിക്കോസിൽ വന്നു. അതിന്റെ വൈരാഗ്യത്തിൽ എന്റെ അപ്പനും അമ്മയും എന്നെ ഇറക്കി വിട്ടു. ഞാൻ ആശ്രയമറ്റവനായി ഞാൻ തിരുവനന്തപുരത്തു നിന്നും ബൈക്ക് ഓടിച്ച് എന്റെ ഒരു അകന്ന ബന്ധുവുണ്ട്, ആ ആളിനെ തേടി പോവുകയാണ്. തികച്ചും നിരാശനായിരുന്നു. പ്രഭാതത്തിൽ ഞാൻ വാഹനം ഓടിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ ഈ ബോർഡ് കണ്ട് ഞാൻ ഇവിടെ കയറിയതാണ്. അല്പസമയം ക്ഷീണം കൊണ്ടിരിക്കാമെന്ന് ഞാൻ ഓർത്തു. പക്ഷേ ദൈവം എന്നെ കൈവിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ എന്റെ പ്രാണൻ ഉള്ളത്തിൽ വിറച്ചു. ഞാൻ അതുകൊണ്ടാണ് പരിസരം മറന്ന് ദൈവത്തെ സ്തുതിച്ചത്. പിന്നീട് ഞാൻ അദ്ദേഹത്തെ കാണാനൊന്നും ഇട വന്നില്ല. താൻ യൂറോപ്പിലോ എവിടെയൊക്കെയോ പോയി. അടുത്ത കാലത്ത് ഞാൻ തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗിന് പോയി. മീറ്റിംഗ് കഴിഞ്ഞ് അതിവേഗം മടങ്ങിപ്പോരാൻ ഞാൻ വാഹനത്തിൽ കയറിയിരിക്കുമ്പോൾ ഇദ്ദേഹം ഓടി വന്നു, എന്റെ കൈക്ക് പിടിച്ചു, എന്നോട് ചോദിച്ചു, എന്നെ ഓർമ്മയുണ്ടോ ചായ? ഞാൻ ആദ്യം എനിക്ക് ഓർമ്മ വന്നില്ല. ഇത്ര വർഷങ്ങൾക്ക് മുൻപ്, 17ഓളം വർഷങ്ങൾക്ക് മുൻപ് ചേത്തക്കൽ ബെയ്ത്തോമിൽ വെച്ച് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഞാൻ നിന്നെ അനാഥനായി വിടത്തില്ല. ഞാൻ ചോദിച്ചതോ എന്തായി? എന്റെ ജീവിതം സുരക്ഷിതമായി. അപ്പനും അമ്മയും ബെന്തിക്കോസിൽ വന്നു, എന്റെ വിവാഹം നടന്നു, ഞാനിപ്പോൾ വളരെ മാന്യതയോടെ ജീവിക്കുന്നു. ദൈവമക്കളെ, ഈ വാഗ്ദത്തം എന്ന വിഷയം പഠിക്കുമ്പോൾ അതിന്റെ പല ഭാഗം നാം ചിന്തിച്ചു. 1 ദർശനം, 2 ദൈവശബ്ദം, 3 അഭിഷേകം, 4 ദൂത്. ഇന്ന് രാത്രിയിൽ ആണ്ടുകൾ കഴിയും മുമ്പ്, കർത്താവേ, നിന്റെ പ്രവൃത്തി എന്നിൽ ജീവിപ്പിക്കണമേ. വർഷങ്ങൾക്ക് മുൻപ് നീ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ ഓർമ്മയുടെ എവിടെയോ അത് കിടപ്പുണ്ട്. ഞാൻ ഇന്ന് കുടഞ്ഞെഴുന്നേൽക്കുകയാണ്. നീ നിന്റെ വാഗ്ദത്തം എന്നിൽ നിവർത്തിക്കണമേ. പരിശുദ്ധ പിതാവേ, നിന്റെ പുത്രനെ നൽകിയതുപോലെ ആകാശവും ഭൂമിയും മാറിയാലും മാറാത്ത തിരുവെഴുത്തിൽ എനിക്ക് അവകാശമായ വാഗ്ദത്തമുണ്ട്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വരുമ്പോൾ അബ്രഹാമിന്റെ ജീവിത യാത്രയെക്കുറിച്ച് വിശുദ്ധ പൗലോസ് എഴുതിയിരിക്കുന്നു. അബ്രഹാം വയോധ്യനും സാറായുടെ ശരീരം നിർജീവമെന്നറിഞ്ഞിട്ടും വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനെന്നറിഞ്ഞ് അവൻ അതിൽ വിശ്രമിച്ചു. ആ വചനം നമുക്ക് ഏറ്റുപറയാ. സാഹചര്യം നിനക്ക് പ്രതികൂലമാകട്ടെ, സാഹചര്യം നിനക്കെതിരായി നിൽക്കട്ടെ, എല്ലാവരും നിന്നെ കൈവിടട്ടെ, സകല കണ്ണുകളും നിന്റെ മുൻപിൽ മറയപ്പെടട്ടെ, നിന്നോട് വാഗ്ദത്തം ചെയ്ത ദൈവം അവൻ വിശ്വസ്തനാണ്. അവൻ അത് നിവർത്തിച്ചു തരും. അവൻ നിന്നെ അനാഥനായി വിടത്തില്ല. നീ കണ്ട ദർശനം, വിശുദ്ധന്മാർ നിന്നോട് പറഞ്ഞു ദൂത്, നിന്റെ മേൽ പകർന്ന അഭിഷേകം, നീ കേട്ട ദൈവശബ്ദം, അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. കൃപയാൽ, ദൈവ വിശ്വസ്തതയാൽ അതെന്റെ ജീവിതത്തിൽ പ്രാപിക്കുമെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആകയാൽ പ്രിയ ദൈവമക്കളെ, ഈ വാഗ്ദത്തങ്ങളെല്ലാം നമുക്കുണ്ട്. വാഗ്ദത്തങ്ങളുടെ ഒരു നീണ്ട നിര തിരുവെഴുത്തിൽ നമുക്ക് കാണാം. ഇന്ന് രാത്രിയിൽ വിശുദ്ധ തിരുവെഴുത്തിന്റെ ആഴങ്ങളെ നാം പഠിക്കുമ്പോൾ ഈ വാഗ്ദത്തം ചെയ്ത ദൈവത്തിന്റെ വിശ്വസ്തത വളരെ വലുതാണ്. എബ്രായ ലേഖനം വരുമ്പോൾ അതിൽ നമുക്ക് കാണാൻ കഴിയുമല്ലോ, വാഗ്ദത്തം ചെയ്ത ദൈവം എല്ലാ കാലത്തും വിശ്വസ്തൻ. അപ്പോൾ ആ വിശ്വസ്തനായ ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയ വാഗ്ദത്തങ്ങളെല്ലാം നമ്മുടെ അവകാശമാണ്. ഓരോ വിഷയങ്ങളുടെ മുഖത്തും. കഴിഞ്ഞ രാത്രി ഞാൻ പറഞ്ഞല്ലോ, പാപഭാരം നിന്റെ മേ ആക്രമിച്ച് നിന്റെ പ്രാണനെ വേട്ടയാടുമ്പോൾ പാളയത്തിന് പുറത്തുള്ള യാഗപീഠത്തിൽ പോയി നീ ഏറ്റുപറഞ്ഞാൽ സ്നേഹത്തിന്റെ അഗ്നിജ്വാലയിൽ നിന്റെ പാപം കത്തിജ്വലിക്കും. നിന്റെ പ്രാണൻ ബലഹീനപ്പെട്ട് ദൈവത്തെ നോക്കാൻ കഴിയാതിരിക്കുമ്പോൾ നീ ബലഹീനതയിൽ സഹതാപം കാണിക്കുന്ന പുരോഹിതന്റെ അടുക്കൽ ചെന്നാൽ അവൻ നിന്നോട് സഹതാപം കാണിച്ച് നിന്റെ പ്രാണനെ രക്ഷിക്കും. ഈ അടുത്തത് നിന്റെ ജീവിതത്തിലെ ദുരിത
ദുരിതങ്ങളും നിരാശകളും നിന്നെ വേട്ടയാടുമ്പോൾ മനുഷ്യനെ ആശ്രയിക്കരുത്. നമ്മൾ ലജ്ജിച്ചു പോകും ദൈവമക്കളെ. പകരം ദൈവം നിനക്ക് എന്ന വാഗ്ദത്തങ്ങളെല്ലാം ഏറ്റുപറയണം. ഒരാണ്ടിന്റെ അവസാന ദിനങ്ങളിലേക്ക് വരികയാണ്. ദീർഘവർഷങ്ങൾക്ക് മുൻപ് നിന്നോട് പറഞ്ഞ പല കാര്യങ്ങളില്ലേ, അവയൊക്കെ നിവർത്തിച്ചു തരും. അപ്പോൾ തിരുവെഴുത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുപോകാം. വേദപുസ്തകം നമ്മൾ പഠിച്ചാൽ അനേക വാഗ്ദത്തങ്ങളുണ്ട്. കർത്താവായ യേശു ഒരു വാഗ്ദത്തമാണ്. പാപത്താൽ ദൈവത്തെ വിട്ട് അകന്നുപോയ ആദാമ്യ വംശത്തോട് ദൈവം പറഞ്ഞു, സ്ത്രീയെ, നിന്റെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. മശിഹ മനുഷ്യാവതാരം എടുക്കുന്നതിന് 4000 വർഷം മുമ്പാണ് ഈ വാക്ക് പറഞ്ഞത്. വീണ്ടും വീണ്ടും ദൈവം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു. അബ്രഹാമിനോട് പറഞ്ഞപ്പോൾ എന്താണെന്നറിയാമോ? അബ്രഹാമേ, സകല ജാതികളെയും നിന്നാൽ ഞാൻ അനുഗ്രഹിക്കാം, നിന്നാൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുന്നൊരു വാഗ്ദത്തം അബ്രഹാമിന് കൊടുത്തു. വർഷങ്ങൾ പലത് കഴിഞ്ഞു. ഇസ്രായേൽ രാജാവായ ദാവീദിനെ വിളിച്ചിട്ട് ദൈവം പറഞ്ഞു, ദാവീദേ, നിന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ ഞാൻ നിനക്കൊരു സന്തതിയെ തരും. അപ്പോൾ ആദാമ്യ വംശത്തോട് സ്ത്രീയുടെ സന്തതി എന്നും അബ്രഹാമിനോട് സകല ജാതികൾക്കും അനുഗ്രഹമായ ഒരു അനുഗ്രഹപാത്രമെന്നും ദാവീദിനോട് നിന്റെ സിംഹാസനത്തിന് യോഗ്യനായ ഒരു സന്തതിയെയും തരാമെന്നാണ് ആ വാഗ്ദത്തം ചെയ്തിരുന്നത്. ദൈവമക്കളെ, ഈ ഭക്തന്മാരെല്ലാം ആദാമായാലും അബ്രഹാമായാലും ദാവീദായാലും ഈ വാഗ്ദത്തം ദൂരത്ത് നിന്നവർ കണ്ടു. അന്യരും പരദേശികളെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. എന്നാൽ നമ്മൾ അങ്ങനെയല്ല. സുവിശേഷം കേട്ട് പുറം ജാതികളായ നാം രക്ഷ പ്രാപിച്ച് നീതിക്ക് അവകാശിയായപ്പോൾ നാം വാഗ്ദത്തങ്ങൾക്ക് പങ്കാളിയായി. അവർ ദൂരത്ത് നിന്ന് കണ്ടതും ദൂരത്ത് നിന്ന് അവർ പ്രത്യാശിച്ചതുമായ വാഗ്ദത്തം സ്വന്തം ജീവിതത്തിൽ കൊണ്ടെത്തിപ്പാൻ ഏഴകളായി നമുക്ക് ഭാഗ്യം ലഭിച്ചു. ആകയാൽ ഭൂമിയിലുള്ള വാഗ്ദത്തങ്ങളും സ്വർഗത്തിലുള്ള വാഗ്ദത്തങ്ങളും ഉണ്ട്. അപ്പോൾ മശിഹ ഭൂമിയിലുള്ള ഒരു വാഗ്ദത്തമാണ്. വീണ്ടും നാം തിരുവെഴുത്തിലേക്ക് കടന്നു വരുമ്പോൾ നിത്യജീവൻ ഭൂമിയിൽ ദൈവം നൽകിയ വാഗ്ദത്തമാണ്. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. മശിഹായുടെ മടങ്ങിവരവ് എന്നുള്ളത് ഒരാഴമേറിയ വാഗ്ദത്തമാണ്. ഈ വാഗ്ദത്തങ്ങളെല്ലാം നമുക്കുണ്ട്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കണം. അപ്പോൾ അതെങ്ങനെ സ്വന്തമാക്കി തീർക്കാം എന്നുള്ളതാണ് നമ്മുടെ അടിസ്ഥാന വിഷയം. ഈ വാഗ്ദത്തങ്ങളെല്ലാം ഉണ്ട് ദൈവമക്കളെ. എത്രയോ വാഗ്ദത്തങ്ങൾ വർഷങ്ങളായി നിങ്ങൾ പൊതിഞ്ഞു കെട്ടിയും ബൈബിളിൽ വെച്ചും കുറഞ്ഞത് ഒരിയാൾക്ക് വാഗ്ദത്തം കാണും. കാര്യം ആണ്ടുതോറും നമുക്കിങ്ങനെ വാഗ്ദത്ത കാർഡ് കിട്ടും. ഇവിടുത്തെ ബഹുമാനപ്പെട്ട പാസ്റ്റർ ആ പുതുവത്സരത്തിന്റെ ഇങ്ങനെ വർഷത്തിന്റെ വാഗ്ദത്തങ്ങൾ അവിടെ കൊടുക്കുന്ന കണ്ടപ്പോൾ ഞാൻ ഓർത്തു. അതെല്ലാം നമ്മൾ മേടിച്ചൊന്ന് ഓടിച്ചു വായിച്ചിട്ട് തിരുവെഴുത്തിൽ വയ്ക്കും. അത് വിശുദ്ധന്മാർ തന്ന ദൂതാണ്, അത് അതുപോലെ ഭവിക്കും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളതാണ് വിഷയം. ഈ വാഗ്ദത്തങ്ങളെല്ലാം കൂടെ മേടിച്ച് വേദപുസ്തകത്തിൽ വെച്ച് വേദപുസ്തകത്തിന് വണ്ണം കൂടിയതല്ലാതെ ഇത് വല്ലതും ജീവിതത്തിൽ എത്തിക്കാൻ ഒത്തിട്ടുണ്ടോ? ഈ വാഗ്ദത്തങ്ങൾക്ക് ഞാനും നിങ്ങളും അവകാശിയാണ്. ആത്മീയ മണ്ഡലത്തിലും ഭൗമീയ മണ്ഡലത്തിലും വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തങ്ങളിൽ ഒന്നാണ്, നീ പുറത്തു പോകുമ്പോൾ നിന്നെ അനുഗ്രഹിക്കാം, നീ അകത്തോട്ട് വരുമ്പോൾ ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. പുറത്തു പോവുക എന്ന് പറയുന്നത് പ്രവൃത്തിയെയും അകത്തേക്ക് വരിക എന്നുള്ളത് നിന്റെ വിശ്രാമത്തെയും കാണിക്കുകയാണ്. നീ പ്രവർത്തിക്ക് പോകുമ്പോൾ ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ചു. മടങ്ങി വീട്ടിൽ വന്ന് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചാൽ നീ ഉറങ്ങിയിട്ട് എഴുന്നേറ്റാലും അവിടെയും ദൈവം അങ്ങ് അനുഗ്രഹിക്കും. അപ്പോൾ അനുഗ്രഹം, ഭൗമിക സമ്പത്ത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ഇനി ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ആ മിസ്രൈമ്യർക്ക് വരുത്തിയ ഒരു ബാധയും നിനക്ക് വരുത്തത്തില്ല, അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ഒരു ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല, അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. പിന്നെ നിന്റെ കുഞ്ഞുങ്ങൾ പുരാതന ശൂന്യങ്ങളെ പണിയും, അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. അവന് അപ്പന്മാർക്ക് പകരം ഇരിക്കും, അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. അങ്ങനെ എത്രയോ ഭൗമിക വാഗ്ദത്തങ്ങളുടെ മുൻപിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത്. ഇനി ആത്മീയതയെ കുറിച്ച് പഠിച്ചാലോ, സ്വർഗത്തിലെ കുറെ വാഗ്ദത്തമുണ്ട്. വിശുദ്ധ യാക്കോബ് തന്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, സ്വർഗത്തിൽ ഒരു കിരീടം, അത് വാഗ്ദത്തമാണ്. സ്വർഗരാജ്യം ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. എന്റെ പിതാവിന്റെ ഭവനം എന്നുള്ളത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ദാനമായ കെട്ടിടം എന്നുള്ളത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. പക്ഷേ ഇതെല്ലാം നമുക്കുണ്ടെങ്കിലും എങ്ങനെ നേടിയെടുക്കാം? അതാണ് നാം ചിന്തിക്കേണ്ടത്. ഈ വാഗ്ദത്തങ്ങളെല്ലാം നമുക്കുണ്ട്. ഒരു യാഗപീഠമുണ്ട്, ഒരു പുരോഹിതനുണ്ട്, മൂന്നാമതായി വാഗ്ദത്തങ്ങളുണ്ട്. അപ്പോൾ വാഗ്ദത്തങ്ങൾ എങ്ങനെ നേടാം എന്നതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുവരാം. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇനിയുള്ള തിരുവെഴുത്തുകൾ അന്ന് ശ്രദ്ധിച്ചു കേൾക്കണമേ. അവർ പറയുകയാണ് എങ്ങനെ വാഗ്ദത്തങ്ങൾ നേടാം.
സ്വർഗത്തിലെ നീതിയുള്ള പരിശുദ്ധ പിതാവ് തന്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം നമുക്ക് നൽകിയ വാഗ്ദത്തങ്ങൾ എങ്ങനെ സ്വന്തം ജീവിതത്തിൽ കൊണ്ടെത്തിക്കാം? ഈ ഭൂമിയിലും സ്വർഗത്തിലും പ്രദാനം ചെയ്ത വാഗ്ദത്തങ്ങൾക്ക് അവകാശികളെ ഈ വാഗ്ദത്തം എങ്ങനെ നേടിയെടുക്കാം? എബ്രായ ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യത്തിലേക്ക് വന്നാട്ട്. എബ്രായ ലേഖനം 6-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം വായിച്ചാൽ, അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി. എബ്രായ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്ന നല്ലൊരു വാക്ക് നാം വായിച്ചു കേട്ടു. അദ്ദേഹം നമ്മളോട് പറയുകയാണ്, സഹോദരന്മാരെ, നിങ്ങൾ മന്ദതയുള്ളവരായി തീരാതെ ജീവിതത്തിന്റെ പ്രതിസന്ധികളും കഷ്ടങ്ങളും നിന്നെ ആക്രമിക്കുമ്പോൾ, മനുഷ്യന്റെ നിന്ന മഹാസമുദ്രത്തിന്റെ തിരപോലെ നിന്റെ പ്രാണനെ നേരിടുമ്പോൾ, നിന്റെ നീതിക്ക് 10 പൈസയുടെ വിലയില്ലാതെ നീ ഒരു നീചന്റെ ആ നിലയിൽ എണ്ണപ്പെടുമ്പോൾ, നീ മാനിക്കപ്പെടേണ്ടിടത്തെല്ലാം മറ്റുള്ളവർ നിന്നെ നിന്ദിച്ചു തള്ളുമ്പോൾ, നീ ഒരിക്കലും മന്ദതയുള്ളവനായി തീരരുത്. പിന്നെ നീ എന്ത് ചെയ്യണം? പ്രതീക്ഷയോടെ കാത്തിരിക്കണം. എങ്ങനെ കാത്തിരിക്കണം? വിശ്വാസത്താലും ദീർഘക്ഷമയാലും. നല്ല 2 വാക്കുകളാണ്. ഇപ്പോൾ വാഗ്ദത്തം എത്ര കിട്ടിയാലും ജീവിതത്തിൽ സ്വന്തമാക്കണം. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. നേടണമെങ്കിൽ വിശ്വാസവും ദീർഘക്ഷമയും വേണം. അടുത്തത്, നിത്യതയിൽ ഒരു കിരീടം ദൈവ വാഗ്ദത്തമാണ്. പ്രാപിക്കണമെങ്കിൽ വിശ്വാസവും ദീർഘക്ഷമയും വേണം. ഒരു ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കുകയില്ല, ദൈവ വാഗ്ദത്തമാണ്. പ്രാപിക്കണമെങ്കിൽ വിശ്വാസവും അതോടൊപ്പം ദീർഘക്ഷമയും വേണം. നമുക്ക് ആ ഭാഗത്തേക്ക് കടന്നു വരാം. പൗലോസ് പറയുകയാണ്, ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ മന്ദതയുള്ളവരായി തീരാതെ, മനസ്സ് ഇടിഞ്ഞു പോകാതെ, നിരാശപ്പെട്ടു പോകാതെ നിങ്ങൾ എന്ത് ചെയ്യണം? വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തം പ്രാപിച്ചവരെ വായിച്ചാട്ട്. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളാകുവീൻ. മുൻകാലത്ത് വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തം പ്രാപിച്ച നമ്മുടെ അനേക പിതാക്കന്മാരായ വിശുദ്ധന്മാരുടെ ലിസ്റ്റ് തിരുവെഴുത്തിലുണ്ട്. അവർ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തം നേടി. അപ്പൊ നമുക്കത് കിട്ടണമെങ്കിൽ ഇത് വേണം. വാഗ്ദത്തം ഒരുപാടുണ്ട് ദൈവമക്കളെ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ കേട്ട ദൈവ ശബ്ദമുണ്ട്, അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. വിശുദ്ധന്മാർ നിങ്ങളോട് പറഞ്ഞ ദൂതുകളുണ്ട്, അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. നിങ്ങളുടെ മേൽ സിയോനിൽ നിന്ന് രാജ്ഞി അഭിഷേകം പകർന്നിട്ടുണ്ട്, അതിന്റെ പിന്നിലൊരു വാഗ്ദത്തമുണ്ട്. ആയതുപോലെ നിങ്ങൾ കാണുമേറിയ ദർശനങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. വർഷങ്ങൾ പലത് കഴിഞ്ഞാലും അത് നിവർത്തിക്കും. പ്രകൃതിയുടെ ഒരു പ്രതിഭാസത്തിനും സർവശക്തനായ ദൈവത്തിന്റെ വാഗ്ദത്തം തടയാൻ ഒരിക്കലും സാധ്യമല്ല. സകലതും പ്രതികൂലമായാലും ആ സകല ഒരു വിധത്തിലും സാഹചര്യമില്ലെങ്കിലും വാഗ്ദത്തം നിവർത്തിപ്പാൻ നമ്മുടെ ദൈവം വിശ്വസ്തനും പ്രാപ്തനുമാണ്. അപ്പോൾ നമുക്കത് നേടണമെങ്കിൽ നമുക്ക് നല്ല വിശ്വാസം വേണം ദൈവമക്കളെ. നല്ല വിശ്വാസം വേണം. നല്ല ഒറിജിനൽ ആ വിശ്വാസം നമുക്ക് വേണം. വിശ്വാസം ഉണ്ടെങ്കിലേ നമുക്ക് വാഗ്ദത്തം നേടാനൊക്കത്തുള്ളൂ. വാഗ്ദത്തത്തിന്റെ ലിസ്റ്റ് വാങ്ങി വേദപുസ്തകത്തിൽ എഴുതി കൂട്ടി വെച്ചിട്ട് കാര്യമില്ല. നേടണമെങ്കിൽ ഒന്നാമത് വിശ്വാസം വേണം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 1 തുടങ്ങി 40 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ 3 യുഗങ്ങളിൽ ജീവിച്ച പ്രധാനപ്പെട്ട 3 യുഗങ്ങളിൽ ജീവിച്ച ഒരു നീതിമാന്മാരുടെ ലിസ്റ്റ് എഴുതിയിട്ടുണ്ട്. അവരുടെ വിശ്വാസമാണ് ഭക്തനായ ഹാബേൽ, ഭക്തനായ നോഹ, ഭക്തനായ അബ്രഹാം, ഭക്തനായ ഇസഹാക്ക്, ഭക്തനായ യാക്കോബ്, ഭക്തനായ ജോസഫ്, ഭക്തനായ മോശ, ഭക്തന്മാരായ ഗിദിയോൻ, ശിംശോൻ, ഇവരൊക്കെ ഭക്തനായ ദാവീദ്, ഇങ്ങനെയുള്ളവരുടെ ലിസ്റ്റ് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ചില വാക്കെഴുതിയിട്ടുണ്ട്. എല്ലാം വിശദമായി ചിന്തിപ്പാൻ സാധ്യം പോരാ. വിശ്വാസത്താൽ സാക്ഷ്യം പ്രാപിച്ചവരുണ്ട്, വിശ്വാസത്താൽ ആ ദൈവത്തോടുകൂടെ നടന്നവരുണ്ട്, വിശ്വാസത്താൽ ദൈവത്തിന്റെ പ്രവൃത്തിക്കായി ലോകത്തെ ന്യായം വിധിച്ചവരുണ്ട്, വിശ്വാസത്താൽ നീതി നടത്തിയവരുണ്ട്, വിശ്വാസത്താൽ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചവരുണ്ട്. ഇനിയും ചിലരുടെ കാര്യമൊക്കെ എഴുതിയിരിക്കുന്നറിയാമോ? വിശ്വാസത്താൽ സിംഹത്തിന്റെ വായടച്ചിട്ടുണ്ട്. ബാബിലോണിയ പ്രഭാസത്തിലേക്ക് പോയ യഹൂദ ബാലന്മാരെ ബാബിലോണിയ ആരാധനയ്ക്ക് അവർ മുഴങ്കാൽ മടക്കത്തില്ലെന്ന് കണ്ടപ്പോൾ കോപിഷ്ഠനായ അക്കാലത്തെ ബാബിലോണിയ രാജാവ് 3 ബാലന്മാരുടെ കൈകാലുകൾ കെട്ടി കത്തിജ്വലിക്കുന്ന തീയിലേക്ക് വലിച്ചെറിഞ്ഞു. അവരിങ്ങനെ തീ കത്തി പൊട്ടിത്തെറിക്കുമെന്ന് പ്രതീക്ഷിച്ചു. അയ്യോ, ഭയങ്കര അത്ഭുതമായൊരു കാഴ്ച. തീ ആളിക്കത്തുന്നുണ്ട്. അവരെ ബന്ധിച്ച ബന്ധനങ്ങളൊക്കെ അഴിഞ്ഞുപോയി. ശരീരത്തിലെ ഒരു രോമത്തെ പോലും തൊടുവാൻ തീക്ക് കഴിയാത്തവണ്ണം അവർ തീക്കുള്ളിൽ നടക്കുന്നു. 3 പേരെ എറിഞ്ഞു കളഞ്ഞു. 4ാമതൊരുവൻ ഒപ്പമെത്തി. അവൻ മനുഷ്യപുത്രന് തുല്യനാണ്. ഇതാരാണെന്നറിയാമോ? പണ്ട് അബ്രഹാമിനെ എതിരേറ്റു വന്ന ആ ശാലേൻ രാജാവ്. അവൻ മനുഷ്യപുത്രന് തുല്യനാണ്.
പോലെയാണ് അവൻ അവിടെ കടന്നു വന്നു. ഇതാ 4 പേർ ഒന്നിച്ചു നടക്കുന്നു. രാജാവ് പരിഭ്രമിച്ചു പോയി. അയ്യോ, 3 പേരെയല്ലേ എറിഞ്ഞത്, 4 പേർ തീയിൽ നടക്കുന്നു. രഹസ്യം എന്തെന്നറിയാമോ? വിശ്വാസത്താൽ തീയുടെ ബലം കെടുത്തി. ബാബിലോണിയ പ്രവാസത്തിൽ പോയ യഹൂദാ ബാലനായ ദാനിയേൽ തികച്ചും ദൈവഭക്തനായിരുന്നു. ദൈവമക്കളെ, രാജ്യത്തിന്റെ നിയമം തനിക്കെതിരെ വന്നപ്പോൾ ആ രാജ്യദ്രോഹ കുറ്റവാളി എന്ന് മുദ്രകുത്തി തന്റെ കൈകാലുകൾ കെട്ടി തന്നെ സിംഹക്കുഴിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. സിംഹത്തിന്റെ കുഴിക്കുള്ളിൽ ചെന്ന് വീണു. സിംഹം അദ്ദേഹത്തെ തൊട്ടില്ല. വിശ്വാസത്താൽ അവൻ സിംഹത്തിന്റെ വായടച്ചു. സിംഹം വായടച്ചതുകൊണ്ട് അവൻ വിശ്വസിച്ചു. ഇക്കാലത്ത് ദാനിയേലും ദാവീദും ഒക്കെ ആണെങ്കിൽ നമ്മൾ ചോദിച്ചാൽ അവർ പറയും, വിശ്വാസത്താൽ സിംഹത്തിന്റെ വായടച്ചല്ല, സിംഹം വായടച്ചതുകൊണ്ട് ഞാൻ വിശ്വസിച്ചു. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. ഈ ഒറിജിനൽ വിശ്വാസവും ഡ്യൂപ്ലിക്കേറ്റും തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ ദാനിയേലിന്റെ വിശ്വാസത്താൽ സിംഹത്തിന്റെ വായടച്ചു. നമ്മുടെ വിശ്വാസം എന്ന് ചോദിച്ചാൽ സിംഹം വായടച്ചതുകൊണ്ട് നമ്മൾ വിശ്വസിച്ചു. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. ഇതുകൊണ്ട് നമുക്ക് പലതും നേടാനൊക്കത്തില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം വാറ്റത്തം നേടിയെടുക്കണമെങ്കിൽ 360 പ്രാവശ്യം ബൈബിൾ വായിച്ചത് കൊണ്ടോ 6.5 മണിക്കൂർ മുട്ടേ നിന്ന് പ്രാർത്ഥിച്ചത് കൊണ്ടോ ഒറ്റ ആരാധന മുടക്കാതെ സകല കൺവെൻഷന് പോയാലും ശരി, ദൈവമക്കളെ, വാറ്റത്തം നിന്റെ ജീവിതത്തിൽ നേടണമെങ്കിൽ അതിന്റെ ബേസിക് ഒന്നാമത്തെ കാര്യം നിനക്ക് വിശ്വാസം വേണം. അതാണ് എഴുതിയിരിക്കുന്നത്. ഒന്നാമത് വിശ്വാസം. ഈ വിശ്വാസം എന്ന വിഷയത്തിന്റെ ആഴം പഠിച്ചാല് ഈ അറിവ് കൂടുമ്പോൾ പൊതുവെ മനുഷ്യന്റെ വിശ്വാസം കുറയും. എന്നാൽ അറിവുകെട്ട സാധുക്കളായ മനുഷ്യരെ ചിന്തിച്ചിട്ടുണ്ട്, ഭയങ്കര വിശ്വാസമാണ്. D.L. മോഡി എന്ന ദരിദ്രനോട് ഒരിക്കല് ഒരു ഇംഗ്ലീഷുകാരൻ പറഞ്ഞു, എടാ മോഡി, ഈ യോനായെ മത്സ്യം വിഴുങ്ങിയെന്ന് പറയുന്നത് നീ വിശ്വസിക്കുന്നോടാ? നീ എത്ര പൊട്ടനാടാ? ഏതൊരു മൃഗവും ഏതൊരു മത്സ്യവും ആ സമുദ്രത്തിൽ എറിയുന്ന ഏതൊരു ഇരയും വെട്ടിക്കഴിഞ്ഞാൽ ഒരു 8 മണിക്കൂറിനുള്ളിൽ ഇവനെ ചതഞ്ഞ് അരഞ്ഞ് വേസ്റ്റായി പുറത്തു പോകും. പിന്നെ യോന ഇവന്റെ വയറ്റിൽ കിടന്ന് പറഞ്ഞ് വിശ്വസിക്കാനൊക്കോ? ശാസ്ത്രീയ നിലവാരത്തിൽ പ്രകൃതിയുടെ നിയമം അനുസരിച്ച് യോന എന്ന പാവപ്പെട്ട ഭക്തനെ വെട്ടിവിഴുങ്ങിയ ആ മത്സ്യത്തിന്റെ വയറ്റിൽ 8 മണിക്കൂറിനുള്ളിൽ യോന ചതഞ്ഞ് അരഞ്ഞവന്റെ തലയോട്ടി പൊട്ടി നട്ടല് കണ്ണം മുറിച്ച് അത് ദ്രവിച്ച് ആ 8 മണിക്കൂറിനുള്ളിൽ വേസ്റ്റായിട്ട് പുറത്തു പോകണം. പക്ഷെ യോന പുറത്തു പോയില്ല. യോന അവിടെ കാത്തിരിപ്പ് നടത്തി, ദൈവത്തോട് തീരുമാനം ചെയ്തു, ഉടമ്പടി ചെയ്തു, പ്രാർത്ഥിച്ചു, ബലപ്പെട്ടു. ഇനി ഒരു പുതിയ ശുശ്രൂഷയ്ക്ക് അങ്ങോട്ട് പോകാൻ പോവുകയാണ്. ഈ D.L. മോഡി പറഞ്ഞെന്നറിയാമോ? സാറേ, ഞാൻ ബൈബിൾ വിശ്വസിക്കുന്നു. അവർ ചേർന്ന് യോനായെ എടുത്തു മഹാസമുദ്രത്തിൽ എറിഞ്ഞപ്പോൾ യോന നീന്തിച്ചെന്നൊരു തിമിംഗലത്തെ വിഴുങ്ങിയെന്ന് പറഞ്ഞാലും ഞാനത് വിശ്വസിക്കും. കാരണം ഇത് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് നല്ല വിശ്വാസം വേണം. വിശ്വാസത്തിന് ക്ഷതം വരാൻ ശാസ്ത്രം കയറി മനുഷ്യർക്കിടയിൽ ഇടപെടും. അങ്ങനെ ആയിരിക്കാം, ഇങ്ങനെ ആയിരിക്കാം. അപ്പോൾ ആ വിശ്വാസം ഉണ്ടെങ്കിലേ ദൈവമക്കളെ നമുക്ക് വാഗ്ദത്തം നേടാനൊക്കൂ. ഇന്ന് രാത്രി ആണ്ട് കഴിയും മുമ്പ് കർത്താവ് എന്നോട് ചെയ്ത വാഗ്ദത്തം ഒന്ന് നിവർത്തിക്കണം. ഞാൻ ഓർക്കുന്നുണ്ട്, 30 വർഷങ്ങൾക്ക് മുൻപ്, 25 വർഷങ്ങൾക്ക് മുൻപ് എന്റെ വേദനപ്പെട്ട നാളിൽ നീ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഇതുവരെയും അത് നിവർത്തിച്ചിട്ടില്ല. ആണ്ടുകൾ കഴിഞ്ഞു പോകുന്നു, വാർദ്ധക്യം എന്നെ പടർന്നു പിടിക്കുന്നു, പ്രതീക്ഷകൾ അറ്റുപോകുന്ന കർത്താവേ, ഒന്ന് എഴുന്നേൽക്കണമേ. തടസ്സം എന്താണ്? ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, നിന്റെ വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ. ആ വാഗ്ദത്തം നിന്റെ അവകാശമാണ്. അത് ദൈവ ശബ്ദമായാലും ദൈവം തന്ന ദർശനമായാലും വിശുദ്ധന്മാർ പറഞ്ഞ ദൂതായാലും നിന്റെ മേൽ വ്യാപരിച്ച അഭിഷേകമായാലും അത് നിവർത്തിച്ചു തരുവാൻ ദൈവം വിശ്വസ്തൻ. നീ എന്ത് ചെയ്യണം? നിന്റെ വിശ്വാസം ക്രമീകരിക്കണം. ഈ വിശ്വാസം ഞാൻ പറഞ്ഞല്ലോ, പോഷത്വമായതിന് ആഴമായ വിശ്വാസം. പണ്ടൊരിക്കൽ ഒരു ദരിദ്രനായ മനുഷ്യൻ ഒരു ഡോക്ടറെ കാണാൻ പോയി. സംഭവം നെഞ്ചുവേദനയാണ്. നെഞ്ചുവേദന പിടിച്ച ദരിദ്രനായ മനുഷ്യൻ ഡോക്ടറെ അടുക്കൽ ചെന്ന്, ഡോക്ടറെ, എനിക്ക് നെഞ്ചുവേദനയാന്ന് പറഞ്ഞു. ഡോക്ടർ തന്റെ കയ്യിലിരുന്ന് അതൊക്കെ ഒന്ന് നെഞ്ചത്തൊക്കെ വെച്ച് നോക്കി, ഒന്ന് ചൂടുമൊക്കെ നോക്കി, എല്ലാം തിരുമിയ ശേഷം ഒരു കുറിപ്പ് എഴുതി കൊടുത്തു. കുറിപ്പ് എഴുതി കൊടുത്തിട്ട് ഡോക്ടർ പറഞ്ഞു, ഇത് 3 നേരമായി, ഇത് വാങ്ങി 3 നേരമായി കഴിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. അദ്ദേഹം വീട്ടിലോട്ട് ചെന്നു. ഇത് മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങണമെന്നൊന്നും പാവപ്പെട്ടവൻ അറിഞ്ഞുകൂടാ. അത് ഒരു ചെറിയ പേപ്പർ കഷ്ണമാണ്. ഇദ്ദേഹം ഇതങ്ങോട്ട് ചുരുട്ടി 3ആയിട്ട് അങ്ങ് മുറിച്ചു. ദൈവമക്കളെ, ആ പേപ്പർ കഷ്ണം 3ആയിട്ട് മുറിച്ച് രാവിലെ ഒരു കഷ്ണം എടുത്തടിച്ച് 1 ഗ്ലാസ് വെള്ളവും കുടിച്ചു. ഉച്ചയ്ക്ക് 1 കഷ്ണം എടുത്തടിച്ച് 1 ഗ്ലാസ് വെള്ളവും കുടിച്ചു. വൈകിട്ട് അത്താഴത്തിന് ശേഷം 1 കഷ്ണം എടുത്ത് കഴിച്ച് വെള്ളവും കുടിച്ചു. കിടന്നുറങ്ങി. രാവിലെ നെഞ്ചിന് വേദന അങ്ങ് പോയി, അറ്റായിക്ക് അങ്ങ് പോയി. പ്രിയമുള്ളവരെ, അപ്പോ ഡോക്ടർ പറഞ്ഞു, ഇത് മാറിയാൽ വന്നെന്നെ കാണണമെന്ന് പറഞ്ഞു. അതിരാവിലെ ഈ മനുഷ്യൻ, സാധുവായ മനുഷ്യൻ, ഡോക്ടറെ അടുക്കൽ
അടുക്കൽ ചെന്നു. ഡോക്ടറോട് നന്ദി പറഞ്ഞു. ഡോക്ടർ ചോദിച്ചു, വേദന പോയോ? കൈയുടെ വേദന പോയി, കാലിന്റെ വേദന പോയി, വിയർപ്പ് പോയി, കഷ്ടപ്പാടെല്ലാം പോയി. അപ്പം ഡോക്ടർ പറഞ്ഞു, ഏത് മെഡിക്കൽ സ്റ്റോറിൽ നിന്നാ ഇത് മേടിച്ചത്? അത് ഞാൻ മേടിച്ചില്ല. അല്ല പിന്നെ എവിടുന്നാ കഴിച്ചത്? അത് ഞാന് സാറ് തന്ന ആ കഷ്ണം 3 ഉരുട്ടിയങ്ങ് അടിച്ചത്. അതാണ് ഒരു ഭോഷനാണെന്നേ. ഭോഷനെ വിശ്വാസം വരത്തുള്ളൂ. കൂടുതലായിട്ട് അവൻ റിസർച്ച് ഒന്നും ചെയ്തില്ല. അപ്പൊ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ആഴമായൊരു വിശ്വാസം നമുക്ക് ഉണ്ടാകണം. ഇനി ഈ വിശ്വാസത്തിന്റെ വേറൊരു വശം എന്നാണെന്നറിയാമോ? ദൈവത്തിൽ നമുക്ക് ആഴമായ വിശ്വാസം വേണം. അപ്പോൾ നമ്മുടേതായ ഒരു വിശ്വാസമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി ദൈവത്തിങ്കൽ നമുക്ക് ആഴമായ വിശ്വാസം വേണം. മുൻപ്, വളരെ വർഷങ്ങൾക്ക് മുൻപ് ബഹുമാനപ്പെട്ട കാനമച്ചൻ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു എക്സാമ്പിൾ ഞാൻ ഓർക്കും. ഇന്നേക്ക് ഒരു 32 വർഷങ്ങൾക്ക് മുൻപാ ദൈവമക്കൾ. എന്റെ കുട്ടിക്കാലത്ത് ചാത്തൻകിരി എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം വന്ന് പ്രസംഗിച്ചു വിശ്വാസത്തെ കുറിച്ച്. അന്ന് കേട്ട ഞാനൊരു കഥ ഓർക്കുന്നുണ്ട്. ഒരിക്കലൊരു അഭ്യാസി ഒരു പട്ടണത്തിൽ പോയി. ആ തെരുവിൽ നിന്ന് അദ്ദേഹം ഭയങ്കര അഭ്യാസങ്ങളൊക്കെ, സൈക്കിൾ അഭ്യാസം കാണിക്കുക. നാട്ടുകാർ മുഴുവൻ ഓടിക്കൂടി. അവസാനം 2 പോസ്റ്റയിലോട്ടൊരു കമ്പി വലിച്ചു കെട്ടി. ഈ അഭ്യാസി ആ കമ്പിയെ കയറി ആടാൻ തുടങ്ങി. ആ കമ്പിയെ കൂടെ നടക്കാൻ തുടങ്ങി. താൻ പരസ്യമായിട്ട് വെല്ലുവിളിച്ച്, ആരെങ്കിലും ഉണ്ടോ ആ കമ്പിയിൽ നടക്കാൻ? ഒറ്റ കുഞ്ഞുങ്ങളില്ല. കുറെ കഴിഞ്ഞപ്പം ചോദിച്ചു, ധൈര്യമുള്ളവൻ വാടാ, ഞാൻ കമ്പിയെ നടത്താമെന്ന് പറഞ്ഞു. ഒറ്റ മനുഷ്യർ വരുന്നില്ല. കുറെ കഴിഞ്ഞപ്പോൾ ആളിൽ കുറിയ, അവനിച്ചിരി അവിടുത്തെ ഒരു കൊച്ചിറവിടിയാണ്, ആളിൽ കുറിയ ഒരാൾ അങ്ങ് നടന്നു എന്നുടനെ ഇദ്ദേഹം കമ്പിയെ അങ്ങോട്ട് കുനിഞ്ഞ് അവനെ തൂക്കിയെടുത്ത് ഈ ചെറിയ കമ്പിയെ നിർത്തി. അപ്പൊ രണ്ടുപേരും കൂടെ നീ നാടാൻ തുടങ്ങി. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, എടാ നീ അഭ്യാസിയാണോ? അല്ല. നീ മുമ്പ് കമ്പിയെ നടന്നിട്ടുണ്ടോ? ഇല്ല. ഞാൻ അഭ്യാസിയുമല്ല, ഞാൻ കമ്പിയെ നടന്നിട്ടുമില്ല. പിന്നെ ഇവരാരും വരാതെ നീ എന്താ മുമ്പോട്ട് വന്നത്? അപ്പൊ അവൻ പറഞ്ഞു, ചേട്ടാ എനിക്കൊരറിവുണ്ട്. ഞാൻ കമ്പിയെ നടന്നിട്ടില്ലെങ്കിലും, ഞാൻ അഭ്യാസിയല്ലെങ്കിലും അങ്ങേ ഒരു വലിയ അഭ്യാസിയാണ്. അങ്ങ് വിചാരിച്ചാൽ എന്നെ കമ്പിയെ നടത്താം. ഇതാണ് അവന്റെ വിശ്വാസം. അപ്പൊ അങ്ങനെ ദൈവം തമ്പുരാനിൽ ഒരു വിശ്വാസം നമുക്ക് വേണം. ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസത്തിന്റെ 2 വശം. ആ ദരിദ്രനായ മനുഷ്യനൊരു വിശ്വാസമുണ്ട്, അവന്റെ രോഗം അവനെ വിട്ടുപോയി. രണ്ടാമത് നമുക്ക് നമ്മുടെ ദൈവം തമ്പുരാനിലൊരു വിശ്വാസമുണ്ട്. മശിഹ ഹൃദയം കലങ്ങി നിൽക്കുന്ന ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്നിൽ വിശ്വസിക്കണം. എന്താ വിശ്വസിക്കേണ്ടത്? എന്റെ ദൈവം വിശ്വസൻ. ആഴത്തിലേക്ക് താണായാലും ഉയരത്തിലേക്ക് പൊങ്ങിയാലും പ്രാണന്റെ തിരമാലയെ വേട്ടയാടിയാലും ഞാൻ ആഗ്രഹിച്ചു തുറമുഖത്ത് കൊണ്ടുപോയി എത്തിക്കുവാൻ എന്റെ ദൈവം വിശ്വസൻ. വിശ്വസിക്കുന്നവരെ വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. അപ്പോൾ ദൈവമക്കളെ, വാഗ്ദത്തങ്ങൾ നേടുന്നതിന് നമുക്ക് ഉറപ്പുള്ള വിശ്വാസം വേണം. ഒന്നാമത് ദൈവത്തിലൊരു വിശ്വാസം വേണം. ഒക്കുന്നിടത്ത് ഒപ്പിക്കുന്ന പദ്ധതിയാകരുത്. പണ്ട് പാവപ്പെട്ട വല്യമ്മ കൺവെൻഷന് പ്രസംഗം കേൾക്കാൻ പോയി. അന്നത്തെ ആള് പ്രസംഗിച്ചു കേട്ടു, വിശ്വാസത്തോടെ കൽപ്പിച്ചാൽ ഈ മല മാറിപ്പോകുമെന്ന്. അമ്മയ്ക്ക് അന്നാണ് ഈ മർമ്മം പിടികിട്ടിയത്. രാവിലെയും വൈകിട്ടും ദേവാലയത്തിൽ പോകുന്ന ഈ മല കയറി മുട്ടിനും നടുവിനും വേദനയാണ്. പരിപാടി കൊള്ളാമല്ലോടാ, വിശ്വാസത്തോടെ കൽപ്പിച്ചാൽ മല മാറുമോ? അമ്മയ്ക്ക് രാത്രി വലിയ ഉറക്കമൊന്നുമില്ല. അമ്മ ഒരു വിളക്കൊക്കെ കത്തിച്ചു വെച്ച് ഈ മലയെ നോക്കി അങ്ങോട്ട് ആട്ടാൻ തുടങ്ങി. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുക, മല പൊക്കോളാൻ പറഞ്ഞു വരാ വെളുക്കുന്ന സമയമായി. വലിയ പ്രതീക്ഷയോടെ അമ്മ ഇറങ്ങി നോക്കി, മല അവിടെ നിപ്പുണ്ട്. അപ്പൊ അമ്മ പറയുകയാണ്, എനിക്ക് അന്നേരമേ അറിയാം ഈ അച്ഛന്മാരും ഉപദേശിമാരും ഇതൊക്കെ പറയും, നടക്കുന്ന കാര്യമല്ല. എങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയേക്കാം. ഇതാണ് പലപ്പോഴും വാഗ്ദത്തങ്ങൾക്ക് തടസ്സം ദൈവമക്കളെ. അപ്പോൾ വാഗ്ദത്തം നേടണമെങ്കിൽ ഉറപ്പുള്ള ഒരു വിശ്വാസം വേണം. ഇല്ലെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു മേടിച്ചോണം. കർത്താവേ, പലപ്പോഴും എനിക്ക് ആഴമായൊരു വിശ്വാസം എനിക്കില്ല. എന്നെ ആഴമായൊരു വിശ്വാസം പഠിപ്പിക്കണമേ. ആഴമായൊരു വിശ്വാസം എനിക്ക് തരണമേ. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യന്റെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തിയാണ് ആധാരം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തിൽ വ്യാപരിക്കുമ്പോൾ ആ ആത്മശക്തി നിനക്ക് ഉറപ്പുള്ള വിശ്വാസം തരും. അപ്പോൾ വിശ്വാസത്താൽ സിംഹത്തിന്റെ വായടയ്ക്കാം, വിശ്വാസത്താൽ തീയുടെ ബലം കെടുത്താം, വിശ്വാസത്താൽ മരിച്ചവരെ തിരികെ കെട്ടി, വിശ്വാസത്താൽ നീതി നടത്തി, ഏറ്റവും ഒടുവിൽ വിശ്വാസത്താൽ എന്റെ പ്രാണൻ വിട്ടാൽ നിത്യപരദീസയിൽ എന്റെ പ്രാണപ്രിയന്റെ മാർവിൽ ഞാൻ വിശ്രമിക്കുമെന്നുള്ള വിശ്വാസത്താൽ അവർ അന്യരും പരദേശിയും ഏറ്റുപറഞ്ഞു മരിച്ചു. അപ്പോൾ വാഗ്ദത്തം നേടുന്നതിന് ഒന്നാമത്തെ വശം വിശ്വാസമാണ്. അത് കുറവുള്ളവർ ഇന്ന് പ്രാർത്ഥിച്ച് വിശ്വാസം പ്രാപിച്ച് ആണ്ട് കഴിയും മുമ്പ് തന്ന വാഗ്ദത്തം എല്ലാം എന്തെന്ന് പ്രാപിച്ച് അതൊന്ന് തുറന്ന് അനുഭവിച്ച് ദൈവസന്നിധി വിട്ടു പോകാവൂ. ഇനി രണ്ടാമത്തെ വാക്ക് നോക്കിക്കാട്ടെ. അടുത്ത എന്താണ് പറഞ്ഞത്? വിശ്വാസത്താലും ദീർഘക്ഷമയാലും. അടുത്ത വാക്കാണ് വളരെ പ്രധാനപ്പെട്ട വാക്ക്, വിശ്വാസത്താലും ദീർഘക്ഷമയാലും. ലോങ് സഫറിംഗ് എന്നൊരു വാക്കാണ് മൂലഭാഷയിൽ ഇംഗ്ലീഷുകാരെടുത്ത്
വെളിപ്പെടുത്തിയിരിക്കുന്നത് ദീർഘക്ഷമയാൽ. ഈ ദീർഘക്ഷമ എന്ന വാക്കിന് രണ്ടു വശമുണ്ട്. ഒന്നാമത്തെ വശം, ദൈവം തമ്പുരാൻ എനിക്കത് നിവർത്തിച്ചു തരുന്നതുവരെ കാത്തിരിക്കാൻ ഉള്ള മനോഭാവം. രണ്ടാമത്തേത്, നമ്മുടെ സഹോദരനോട് ദീർഘമായി ക്ഷമിക്കാനുള്ള കരുണയുടെ സ്വഭാവം. ഇവ രണ്ടും കൂടെ ചേർന്നാലേ വാഗ്ദത്തം കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ ആ വാഗ്ദത്തം നീ പൊതിഞ്ഞു കെട്ടിവെച്ചു, നീ ചുമന്നു, ബാക്കി നിന്റെ പിള്ളാര് ചുമക്കും, 1000 ആണ്ട് വാഴ്ച പോലും വാഗ്ദത്തം നടക്കത്തില്ല. ഇതെല്ലാം കൂടെ പെറുക്കി കൂട്ടി വെച്ച് ഏറ്റുപറഞ്ഞ് ചാകാവുന്നേ ഉള്ളൂ. അപ്പോൾ വാഗ്ദത്തം കിട്ടണമെങ്കിൽ ഒന്നാമത് ഉറപ്പുള്ള വിശ്വാസം വേണം. രണ്ടാമത്തെ വിഷയത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പറയാണ് ദീർഘക്ഷമ. അപ്പൊ ദീർഘക്ഷമയ്ക്ക് രണ്ടു വശമുണ്ട്. അതിന് ഒന്നാമത്തേത്, ദൈവം തമ്പുരാൻ പറയുന്നത് വരെ കാത്തിരിക്കണം ദൈവമക്കളെ. വേദപുസ്തകത്തിൽ അനേകരെ നമുക്ക് കാണാം, പറഞ്ഞ് വർഷങ്ങളോളം കാത്തിരുന്നു. നമുക്ക് അങ്ങനെ ഒരു പ്രകൃതി ഉണ്ടോ? ഉണ്ടെങ്കിൽ മാത്രമേ നേടിയെടുക്കാൻ ഒക്കൂ. ദൈവം തമ്പുരാൻ പറഞ്ഞ സമയം വരെ കാത്തിരിക്കണം. ദൈവം പറഞ്ഞതാണ്, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ, അത് നിവർത്തിച്ചു തരും. നമ്മുടെ ജീവിത രീതി അനുസരിച്ച് ഈ കൊച്ചു കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് മടങ്ങി വന്ന് റോസക്കമ്പ് നടുന്ന കണ്ടിട്ടില്ലേ? അങ്ങനെ ഒരു മനോഭാവമാണ് നമ്മുടേത്. കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നറിയാമോ? കൂട്ടുകാരെങ്കിലും കൊടുത്തൊരു റോസക്കമ്പും കൊണ്ടുവരും. അവരത് മിറ്റം കളച്ച് ആ കമ്പ് നടും. അതിന് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചേച്ച് കിടന്നുറങ്ങാൻ പോകും. ഉറങ്ങുമ്പോൾ മനസ്സിൽ ഇങ്ങനെ മനോഹര രൂപമാണ്. അവിടെ ഇങ്ങനെ അതെല്ലാം കിളിർത്ത് നിൽക്കുകയാണ്. പൂമൊട്ട് വന്നു, ചിത്രശലമൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്നു. ഈ മനോഹര സ്വപ്നം എല്ലാം കണ്ട കുഞ്ഞ് രാവിലെ എഴുന്നേറ്റ് ചെന്ന് നോക്കുമ്പോ കമ്പേ പൂവുമില്ല, ഇലയില്ല, ചിത്രശലവും ഇല്ല. അപ്പൊ ഈ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? പറിച്ചിട്ട് വേറുണ്ടോന്ന് നോക്കും. കുട്ടിക്കാലത്ത് ഈ മണ്ടത്തരം കാണിച്ചവരാണ് ഇവിടെ ഇരിക്കുന്നതിൽ ഏറിയ ഭാഗമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറിച്ചിട്ട് വേരുണ്ടോ നോക്കും, വേരില്ല. എന്നാൽ ഇനി ഈ പറമ്പ് പറ്റിയതല്ല, അങ്ങേ പറമ്പിൽ കൊണ്ടുവെക്കാം. അടുക്കളവാതൊക്കെ കൊണ്ടുവെക്കും. അടുക്കളവാതൊക്കെ കൊണ്ട് കുത്തിവെച്ച് വെള്ളം ഒഴിച്ചു സ്കൂളിൽ പോകും. സ്കൂളിലെ ഓരോ ടൈം കഴിയുമ്പോഴും മനസ്സ് നിറച്ച് റോസപ്പൂവാണ്. വീട്ടിൽ വരുമ്പം ദൈവമക്കളെ അതേ റോസയും ഇല്ല, ഇലയുമില്ല. കുഞ്ഞുങ്ങൾ വീണ്ടും പറിച്ചു നോക്കും, വേര് കിളുത്തോ. അങ്ങനെ പറിച്ച വേര് കിളുത്തോ എന്ന് നോക്കി പലയിടങ്ങളിൽ മാറ്റിവെച്ച് കമ്പം ഉണങ്ങിപ്പോകും. ഇതാണ് നമുക്ക് പറ്റുന്ന ഒരു പരാജയം. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ. അവൻ എത്ര വർഷം കഴിഞ്ഞാലും നിവർത്തിക്കും. മരണമെന്ന പ്രതിഭാസത്തിന് പോലും നിന്നോട് ചെയ്ത വാഗ്ദത്തം തടയാൻ സാധ്യമല്ല. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. നീ എന്താണ് ബൈബിൾ പറയുന്നത്? വിശ്വാസത്താലും ദീർഘക്ഷമയാലും. ദീർഘക്ഷമയോടെ ഇരിക്കണം. വേദപുസ്തകത്തിൽ ദീർഘക്ഷമയോടെ ഇരുന്നു ചില മനുഷ്യരുണ്ട്. ഉദാഹരണം നമുക്കെടുക്കാം. പേര് ദാവീദ്. 13 വയസ്സ് പ്രായം. കൊച്ചിയെറുക്കനാണ്. ആടുകളെ മേയിച്ച് നടക്കുന്ന കാലം. നിറം നല്ല പവിഴ നിറം, കണ്ടാൽ നല്ല കോമളത്വമുള്ള ആൾ, ഒരു കൊച്ചു കുഞ്ഞ. വീട്ടിലെ അവന് വലിയ അഡ്രസ്സുള്ള ആളൊന്നുമല്ല. കാര്യം ആ അപ്പച്ചനെ അവനെ ഗണത്തിൽപ്പെടുത്തിയിരുന്നുമില്ല. പിൽക്കാലത്ത് നാഥാനോ ശമൂവേലോ ആരാണ്ട് പറഞ്ഞുകൊണ്ടാണ് എഴുതിയത്, എന്റെ അപ്പനും അമ്മ എന്നെ മറന്നു, എന്റെ അപ്പച്ചനും അമ്മ എന്നെ മറന്നെന്ന് പറയുന്നില്ലേ? ശൗൽ എന്ന രാജാവിനെ ദൈവം തള്ളി. അർദ്ധരാത്രിയിൽ ദൈവം വന്ന് ശമൂവേലിനോട് പറഞ്ഞു, ശമൂവേലേ, രാവിലെ പോയി അവിടെ ബേത്ലഹേമിൽ ഇശായി എന്നൊരാട്ടിടയനുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു സന്തതിയുണ്ട്, പേര് ദാവീദ് എന്നാണ്. നീ പോയി അവനെ രാജാവാക്കണം. 13ഓളം വയസ്സുള്ള ബാലൻ. അപ്പൊ ആ പ്രായമൊന്നും പറയാഞ്ഞതുകൊണ്ട് ശമൂവേല് അതിരാവിലെ ചെന്നു. ശമൂവേലിന്റെ ആഗമനത്തില് എന്ത് ചെയ്തു? ഈ അവിടെയുള്ള ഇശായി അമ്പരന്ന് പോയി. പ്രവാചകന്റെ ആഗമന ലക്ഷ്യം എന്താണ്? അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇശായിയെ, ഒരു ദൈവ സന്ദേശം അറിയിപ്പാനാണ് വന്നത്. നിന്റെ മക്കളെല്ലാം വിളിച്ചു വരുത്തിക്കാട്ടെ. അവർക്കിടയിൽ ഒരുവൻ ഇസ്രായേലിന് രാജാവായിട്ടുണ്ടല്ലോ. ഷായിക്ക് ഭയങ്കര സന്തോഷമായി. ആട്ടിടയന്റെ കുടുംബത്തിൽ നിന്നൊരു മോന് സെലക്ഷൻ വരികയാണ് ഇസ്രായേലിന്റെ രാജാവിന്. അപ്പൊ എല്ലാവരെയും വിളിച്ചു വരുത്തി. അവിടെ കുറെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. ചിലരെയൊക്കെ നമ്മൾ കണ്ട ഇലക്ട്രിസിറ്റി പോസ്റ്റിന്റെ പകുതി വലുപ്പമുള്ളവന്മാരാ. നെറ്റിയൊക്കെ വിരിച്ച വലിയ പ്രതീക്ഷയോടെ വന്ന് ശമൂവേൽ ഇങ്ങനെ നോക്കി. ദൈവം പറഞ്ഞു, നോ. അവനങ്ങോട്ട് മാറി നിന്നു. അടുത്തവൻ വന്നു. ഇങ്ങനെ 7 പേര് കഴിഞ്ഞു. അപ്പൊ ഇവരാരും അല്ല. അപ്പൊ ആകെ ഈ ശമൂവേലും അങ്ങ് വിഷമിച്ച്. ശമൂവേൽ വിചാരിച്ച്, എനിക്ക് തെറ്റിയോ, ഇശായിക്ക് തെറ്റിയോ, ദൈവം തമ്പുരാന് തെറ്റിയോ, ആർക്കാണ് തെറ്റിയത്? ഏതായാലും അങ്ങ് ചോദിച്ചു, ഇശായിയെ, മക്കൾ ഇത്രയേ ഉള്ളോ? അപ്പം പറഞ്ഞു, പ്രവാചക, ഒരു കൊച്ചു പയ്യനുണ്ട്. എന്തിയേ? ആടിനെ തീറ്റാൻ പോയി. അവനെ വിളിച്ചോണ്ടിരാ. മൂത്ത ചേട്ടൻ ഓടിപ്പോയി ഇഞ്ഞ് വിളിച്ചോണ്ട് വരിക. അപ്പം കയ്യിലൊരു കിന്നരമുണ്ട്, ഇങ്ങനെ മാറോടി ചേർന്നൊരു ഇടയ സഞ്ചിയുണ്ട്, ഇടത് കയ്യിലൊരു കവണയൊക്കെ ചുറ്റി വെച്ചിട്ടുണ്ട്, അത്യാവശ്യത്തിന് വെള്ളം കുടിക്കാൻ തോലുകൊണ്ട് ഉണ്ടാക്കിയ ഒരു ബാറ്റർ ബാഗ് ഒക്കെ ഉണ്ട്, പവിഴ നിറമുള്ള ഒരു കൊച്ചു പയ്യൻ. അവനിങ്ങനെ വല കയറി അണച്ച് ക്ഷീണിച്ച് കിന്നരമൊക്കെ പിടിച്ചോണ്ട് വരികയാണ്. വയോധിൻ ഇങ്ങനെ തുറിച്ചു നോക്കി. ബാലനാണല്ലോ, ഒരു കുഞ്ഞാണല്ലോ. അടുത്ത് വന്നു. യഹോവ പറഞ്ഞു, ശമൂവേൽ, ഇവനാണ് ഇസ്രായേലിന്റെ രാജാവ്. ശമൂവേൽ ഭയപ്പെട്ടു പോയി. ശമൂവേലിന്റെ മുമ്പിൽ വന്ന് ദാവീദ് മുട്ടുമടക്കി തൈലക്കൊമ്പ് തുറന്നു, തലയിലേക്ക് ഒഴിച്ചു. ഒഴിച്ച തൈലം കാൽപാദത്തോളം എത്തി. ശമൂവേൽ അവനെ കെട്ടിപ്പിടിച്ചു. ദാവീദേ, യഹോവ നിന്നെ ഇസ്രായേലിന് രാജാവാക്കി.
എന്തൊരഭിഷേകമാണ്. സഹോദരന്മാരും അപ്പനും അമ്പരം നിന്നു. ശമൂവേലിന്റെ മുഖത്തേക്ക് ബാലനായ ദാവീദ് നോക്കി നിന്നു. പക്ഷേ അവൻ അന്ന് രാജാവായില്ല. വർഷം 17 കഴിഞ്ഞ രാജാവായത്. ദൈവം എത്ര വിശ്വസ്തനാണെന്ന് നോക്കിക്കൊള്ളണം. അവന് ദൈവം ഒരു നമ്മളൊക്കെ ആണെങ്കിൽ പിറ്റേ ദിവസം കസാറ കിട്ടിയില്ലെങ്കിലും ക്വാറന്റൈനിലിരുന്നെങ്കിലും ട്രെയിനിങ് എടുക്കും. ഞാനല്ലേ കണ്ടിട്ടില്ലേ? എന്തെങ്കിലുമൊക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അല്ലേ പിറ്റേ ദിവസം മുതൽ നമ്മുടെ ഉറക്കം കെട്ട് അങ്ങനെ നടക്കും. ഇങ്ങനെ ഉറക്കം കിട്ട് എന്ത് ചെയ്യണം ഞാൻ അത് വിശദമായി കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ പോലും നമ്മുടെ ഇടയിൽ അങ്ങനെ വരും. ദാവീദ് ഇതെല്ലാം കഴിഞ്ഞ് തലയിൽ കൂടെ തൈലമൊക്കെ ഒഴിച്ച് വിലപ്പെട്ട തൈലമൊക്കെ തുടച്ച് അതൊരു സ്വപ്നം പോലെ കണ്ട് ദാവീദ് അപ്പന്റെ ആടിനെയും കൊണ്ടുപോയി ദൈവമക്കളെ എങ്ങോട്ടാ? വനത്തിലോട്ട്. പിന്നീട് ഒരു 17 വർഷങ്ങളുണ്ടായിരുന്നു. ദുഃഖങ്ങളും ദുരിതങ്ങളും തന്റെ പ്രാണനെ വേട്ടയാടി. സിംഹവും കരടിയും തന്റെ നേരെ അലറിയെടുത്തു. മല്ലനായ ഗോലിയാത്തിനെ അവൻ എറിഞ്ഞു വീഴ്ത്തി. വേദനകളും ദുരിതങ്ങളും എല്ലാം താണ്ടി വയസ്സ് 30 അവൻ ഇസ്രായേലിന് രാജാവായി. നമ്മുടെ ദൈവം വിശ്വസ്തൻ. അവൻ 5 നിലവാരത്തിൽ അരമനയിൽ പാർത്തു. ആദ്യം ചെന്ന് കയറിയെന്നറിയാമോ? ശൗലിന് ദുരാത്മാവ് വരും. ഈ പിശാച് അങ്ങോട്ട് കയറിയാൽ ചായ കുടിക്കുന്ന കപ്പ് വരെ വലിച്ചെറിയും. അവൻ ആലോറി വിളിക്കും. ദുരാത്മാവല്ലേ? പിശാച് കയറി ബഹളം വെക്കുകയാണ്. അപ്പൊ ഈ ദാവീദ് പോയിരുന്ന് കിടുകിടാന്ന് കിന്നരം വായിക്കുമ്പോ ഇച്ചിരി ആശ്വാസം കിട്ടും. അവിടെ ഇരിക്കും. അത് കഴിഞ്ഞ് ദാവീദ് അപ്പന്റെ ആടിനെ മേയ്ക്കാൻ പോകും. ഇവനെ പിശാച് കയറുമ്പോ ആള് അറിയിക്കും. അന്ന് ടെലഗ്രാമും മൊബൈലും ഒന്നും ഇല്ലല്ലോ. ആള് വിട്ട് പെട്ടെന്ന് വിളിപ്പിക്കും. ദാവീദ് വന്ന് കിന്നരം വായിക്കും. ശൗലിന്റെ ദുരാത്മാവ് പോകും. വീണ്ടും അപ്പന്റെ ആട് മേയ്ക്കാൻ പോകും. ആദ്യം ചെന്ന് കയറിയത് കിന്നരം വായനക്കാരൻ. അവിടെ പക്വതയോടെ ഇരുന്നു. ഒറ്റ ദിവസം പോലും ഈ ശൗലിനോട് ഈ കാര്യം പറഞ്ഞിട്ടില്ല. രാജാവേ, പിന്നെ ഒരു സംഭവം ഉണ്ടായി. പ്രവാചകൻ വന്ന് എന്റെ തലയിൽ തൈലാഭിഷേകം ഒഴിച്ചിട്ട് നീ രാജാവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞാൽ അന്ന് തല പോയനെ. മിണ്ടാതെ ഇരുന്നു. കിന്നരം വായനക്കാരനായി നിയമിക്കപ്പെട്ട കാലം വരെ മിണ്ടാതിരുന്നു. കുറെ കഴിഞ്ഞപ്പോഴാണ് ഗോലിയാത്തിനെ കൊന്നപ്പം പ്രമോഷൻ കിട്ടി. പ്രമോഷൻ എന്താണെന്നറിയാമോ? സൈനാധിപനാണ്. സൈനാധിപനായിട്ടൊരു പ്രമോഷനൊക്കെ കിട്ടി. മേളിലോട്ട് കയറി. പിന്നെ അപ്പോൾ തന്റെ കയ്യിൽ ആയുധവും വാളും ഒക്കെ കിട്ടി. യുദ്ധങ്ങളൊക്കെ ചെയ്യാൻ പോയി. പിന്നെ കുറെ കഴിഞ്ഞപ്പോ ഈ സ്നേഹം അങ്ങോട്ട് കൂടിയപ്പോ രാജാവ് എന്ത് ചെയ്യുന്നറിയാമോ? തനിക്കൊരു മോളുണ്ട്, പേര് മീകൾ. ഈ മീകളിനെ പിടിച്ച് ദാവീദിന് ഭാര്യയായി കൊടുത്തു. ഇപ്പൊ അവിടെ താമസിക്കുന്ന മരുമോനായിട്ടാണ്. നോക്കിക്കോണേ, നമ്മുടെ മലയാളി എവിടെങ്കിലും കമ്പനി കയറിയാൽ ആദ്യം പ്യൂണായിട്ട് കയറും. പിന്നെ അവൻ ജനറൽ മാനേജറായിട്ട് റിട്ടയർ ആകത്തുള്ളൂ. ആന്ധ്രാക്കാരനെ നോക്കിയാൽ അവൻ പിയൂണായിട്ട് കയറിയാ പിയൂണായിട്ട് തന്നെ പിരിയും. മലയാളി അങ്ങനല്ല. അവന് എവിടെ കയറിയാലും ഒന്നീ കാല് പിടിച്ച് അല്ലെങ്കിൽ കാല് വാരി എനിവേ എങ്ങനെ ആയാലും അവൻ റിട്ടയർമെന്റ് ആകുമ്പോൾ ജനറൽ മാനേജറായിട്ട് ഇറങ്ങത്തുള്ളൂ. ദാവീദ് കയറിയ നോക്കിക്കോണേ, അവനെ കിന്നരം വായിക്കാൻ കയറിയതാ. കുറെ കഴിഞ്ഞപ്പോൾ സൈനാധിപനായി, പിന്നെ മരുമോനുമായി. സ്റ്റെപ്പായി കയറി അമ്മായിയപ്പന്റെ ഒപ്പം കയറിയിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ആ അവസ്ഥ വരെ എത്തി. മീകൾ ഭാര്യയാണ്, അദ്ദേഹം മരുമോനാണ്. കുറെ കഴിഞ്ഞപ്പോൾ ദാവീദിന്റെ ബലം കണ്ട് ശൗലിന് ഭയമായി. അപ്പോൾ ശൗല് ശത്രുവായി. പിന്നെ 4ാമത് താമസിച്ചത് ശത്രുവായിട്ടാണ്. ഏത് സമയവും പ്രാണനെ ആക്രമിക്കുന്ന മൂർച്ചയുള്ള വാളും മിന്നുന്ന കുന്തവും പ്രതീക്ഷിച്ച് ദാവീദ് അരമനയിൽ ഉറങ്ങി. ദൈവമക്കളെ, കയറിയത് കിന്നര വായനക്കാരനായിട്ട്, ജീവിതം ആരംഭിച്ചത് സൈനാധിപനായിട്ട്, ജീവിതത്തിന്റെ ഒരു ഭാഗം മരുമകനായിട്ട്, ഏറ്റവും ഒരു ശത്രുവിനെ പോലെ ഒരു മനുഷ്യൻ ഒരു വേട്ടക്കോഴിയെ, ഒരു നായാട്ടുകാരൻ വേട്ടക്കോഴിയെ ഓടിച്ചിട്ട് പാറക്കെട്ടുകളിലും മലഞ്ചരിവുകളിലും പ്രാണരക്ഷാർത്ഥം ആ കാട്ടുകോഴി ഓടുന്ന പോലെ ദാവീദ് ഓടി. ദൈവം വിശ്വസ്തൻ. ശമൂവേല് മരിച്ചു. വർഷം പലത് കഴിഞ്ഞു. ദൈവത്തിന്റെ വിശ്വസ്തത അവനെ തേടി വന്നു. അവൻ 30 വയസ്സായപ്പോൾ അവൻ ഇസ്രായേലിന് രാജാവ്. നമ്മുടെ ദൈവം വിശ്വസ്തൻ. വാഗ്ദത്തം ചെയ്തത് നമുക്ക് നിവർത്തിച്ചു തരും. വിശ്വാസമുള്ളവർ കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. അപ്പോൾ ദീർഘക്ഷമയുടെ 1ാമത്തെ വശം സമയം വരെ കാത്തിരിക്കണം. ദൈവം നമ്മൾ ഈ റോസക്കമ്പ് പോലെ പറിച്ച് വേരുകിളുത്തോന്ന് നോക്കുന്ന സിദ്ധാന്തം കൊണ്ടിരിക്കരുത്. ജീവിതം തകർന്നു പോകും. 17ഓളം വർഷം ദുരിതങ്ങളെ യാത്ര ചെയ്ത ദാവീദ് ഒരു ദിവസം ഇസ്രായേലിന് രാജാവായി. ശമൂവേല് മരിച്ചു. വർഷം എത്ര കഴിഞ്ഞെന്നറിയാം? ദാവീദ് രാജ്യത്ത് നിൽക്കുമ്പോൾ ശമൂവേല് ജീവിച്ചിരിപ്പില്ല. അപ്പോഴേക്കും അദ്ദേഹം മരിച്ചിരുന്നു. ദൈവം വിശ്വസ്തൻ. വർഷം എത്ര കഴിഞ്ഞാലും നമ്മൾ മറന്നുപോയാലും നമ്മളെ ഓർമ്മപ്പെടുത്തി തരുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി നമുക്കത് വിശ്വസിക്കാം. നിരാശ നിന്റെ പ്രാണനെ വേട്ടയാടി. എത്ര പ്രാർത്ഥിച്ചിട്ടും, എത്ര ദൈവത്തോട് യാചിച്ചിട്ടും, എത്ര വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടും, എന്റെ കർത്താവേ, എന്റെ വിഷയത്തിലും എന്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിലും എന്റെ ജീവിത ഭാരത്തിലും അതിനൊരു വിടുതലില്ലയോ? ഞാൻ ഉഷസ്സുതോറും എണ്ണിപ്പിക്കപ്പെടുകയല്ലേ? ഞാൻ നീതിയോടെ ജീവിക്കുന്നില്ലേ? ഈ ചോദ്യം
നിന്റെ പ്രാണനെ വേട്ടയാടുന്നു. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, നീ ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. അതിന് മാറ്റമില്ല ദൈവ വൈതലേ. അടുത്തത് ദീർഘക്ഷമയോടെ നമ്മൾ കാത്തിരിക്കണം. ചെറിയ കാര്യമല്ല. നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ അതിന്റെ ആ മനക്കോട്ടകളെല്ലാം കെട്ടി ഒടുവിൽ നമ്മുടെ പ്രതീക്ഷകളെല്ലാം അസ്ഥിരത്തായി പോകുന്നതാണ് കണ്ടുവരുന്നത്. അപ്പോൾ ദീർഘക്ഷമയോടെ ഇരിക്കണേ. ദൈവം തമ്പുരാൻ തരുമെന്ന് പറഞ്ഞാൽ തരും. അദ്ദേഹം വിശ്വസ്തനാണ്, ദൈവം വിശ്വസ്തനാണ്. അത് നിവർത്തിച്ച് തരും. വർഷം എത്ര കഴിഞ്ഞാലും തരും. നമ്മൾ മരിച്ചു പോയാലും ശരി, നമ്മുടെ നീതി കുഞ്ഞുങ്ങളോടൊക്കെ ചെയ്തോളും. ആ കുഞ്ഞുങ്ങളോട് പറയും, ദൈവടാ നിന്റെ അപ്പച്ചൻ എന്നോട് പ്രാർത്ഥിച്ചതാണ്, ആ പ്രകൃതിയുടെ പ്രതിഭാസമായ ആയുസ് തീർന്ന് അവൻ മരിച്ചുപോയി, അവൻ സ്വർഗത്തിൽ വന്നിട്ടുണ്ട്, പേടിക്കേണ്ട, ഞാൻ തന്നോളാം. ഒക്കെ ദൈവത്തിന്റെ വിശ്വസ്തതയുടെ വശമാണ് ദൈവമക്കളെ. ഇനി ദീർഘക്ഷമയുടെ രണ്ടാം ഭാഗത്തേക്ക് നമുക്ക് കടന്നു പോകാം. ആ ദീർഘക്ഷമയുടെ രണ്ടാമത്തെ വശം മറ്റുള്ളവരോട് ക്ഷമിക്കണം ദൈവമക്കളെ. വാഗ്ദത്തം പ്രാപിച്ചവരെ നമ്മൾ അത് സ്വന്തമാക്കിയെടുക്കണമെങ്കിൽ വിശ്വാസവും ദീർഘക്ഷമയും വേണം. അപ്പം ദീർഘക്ഷമ എന്ന വാക്കിന്റെ ആഴം പഠിച്ചപ്പോൾ ഒന്നാമത്തെ വിഷയം, പ്രവൃത്തിയുടെ സമയം വരെ കാത്തിരിക്കണം. നിങ്ങൾ മടുത്തുപോകരുത്, പ്രാർത്ഥനയിൽ മടുക്കരുത്. എന്തുകൊണ്ടെന്ന് ദൈവത്തോട് ചോദിക്കരുത്. നിയമിക്കപ്പെട്ട കാലത്ത് ദൈവം തമ്പുരാൻ അത് നിവർത്തിച്ചു തന്നോളും. അവന്റെ വിശ്വസ്തതയിൽ നീ വിശ്രമിച്ചാട്ട്. നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ നിന്റെ സന്തതിയെ കൊണ്ട് അത് ചെയ്യിച്ചോളും. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. ഇനി അടുത്തത്, മറ്റുള്ളവരോട് ദീർഘമായി ക്ഷമിക്കണം. അപ്പൊ മറ്റുള്ളവരോട് ദീർഘമായി ക്ഷമിച്ചാല് നമ്മുടെ വാഗ്ദത്തം നിറവേറും. ഞാൻ പറഞ്ഞല്ലോ, വാഗ്ദത്തത്തിന്റെ ഒരു ഭാഗമാണ് അഭിഷേകം. അതാണ് ദാവീദിൽ കണ്ടത്. ശമൂവേൽ ദാവീദിന്റെ തലയിൽ തൈലാഭിഷേകം ഒഴിച്ച് ദാവീദിനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചപ്പോൾ അവനൊരു വാഗ്ദത്തം കൊടുത്തു. വാഗ്ദത്തം എന്താണ്? ദാവീദേ, നീ ഇസ്രായേലിന് രാജാവാണ്. വർഷം എത്ര കഴിഞ്ഞു? 17 വർഷം. നീണ്ട 17 വർഷങ്ങൾ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും കഷ്ടങ്ങളെയും സങ്കടങ്ങളെയും മരണത്തെയും ക്രൂരമൃഗങ്ങളുടെ യുദ്ധങ്ങളെയും എല്ലാം അതിജീവിച്ച് ദൈവത്തിന്റെ വിശ്വസ്തത കൊണ്ട് 30-ാമത്തെ വയസ്സിൽ ഇസ്രായേലിന് രാജാവായി 40 വർഷം രാജാവായി വാണു. അവന്റെ സന്തതിയായ സോളമൻ ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന കണ്ടിട്ട് മരിച്ചു. അത് ദാവീദിന്റെ വിശ്വസ്തതയല്ല, അവനെ അഭിഷേകം ചെയ്ത ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. രാത്രി നീ അറിഞ്ഞുകൊള്ളണം. അപ്പോൾ ആ സമയം വരെ കാത്തിരിക്കണമേ. നമ്മുടെ മനസ്സൊന്നും മടുത്തു പോകരുതേ. പ്രാർത്ഥന നിർത്തിക്കളയരുത്. പ്രാർത്ഥനയൊക്കെ സ്വർഗത്തിലുണ്ട്, അതൊന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ഇനി അടുത്ത വിഷയത്തിൽ പോകാം. ദീർഘക്ഷമയുടെ രണ്ടാമത്തെ വശം എന്ന് പറയുന്നത് ദീർഘമായി ക്ഷമിക്കണം. അപ്പൊ ഈ വാഗ്ദത്തങ്ങളുടെ രണ്ടാം ദിശയിൽ പോകാം. അത് ദർശനമാണ്. നമ്മൾ ചില ദർശനമൊക്കെ കാണും ദൈവമക്കളെ. നിവർത്തിക്കപ്പെടുന്നുണ്ടോ എന്നൊന്ന് ഓർത്തു നോക്കിക്കാട്ടെ. ദർശനങ്ങൾ കാണും, നിവർത്തിക്കാറുണ്ടോ? പിന്നെ എല്ലാ ദർശനമൊന്നും നമുക്ക് വിശ്വസിക്കാനൊക്കത്തില്ല. ചിലരെന്ത് ചെയ്യുന്നറിയോ? വയറിനിറയെ ചാപ്പാടൊക്കെ അടിച്ച് തെക്കേതാ വടക്കേതാന്ന് കിടന്നു ഉറങ്ങിയിട്ട് കണ്ട ദർശനം കാണും. ഇന്നാളൊരു വിദ്വാൻ ദർശനം കണ്ടിട്ട് പറയാ, 82 മോഡൽ ചേതക്ക് സ്കൂട്ടർ തെങ്ങയിൽ ഓടിച്ചു കയറ്റുന്ന അവൻ കണ്ടത്. നമ്മളതെങ്ങനെയാ വ്യാഖ്യാനി? ഞാൻ പറയുന്നു, വേറെ ആരെങ്കിലും തപ്പി പിടിച്ചോളാം. ചിലർക്ക് വന്ന് ദർശനം പറയേ, നമ്മൾ വലിയ ആത്മീയമായി ഈ ദർശനം വ്യാഖ്യാനം ഒക്കെ ഉള്ള വരവുണ്ടെന്ന് വിചാരിച്ചാ വന്ന് പറയുന്നത്. എന്താ പറയുന്നത്? 82 മോഡൽ പഴയ ചേതക്ക് സ്കൂട്ടർ ചരിഞ്ഞു കിടന്ന തെങ്ങയിൽ ഓടിച്ചു കയറ്റി. നമ്മളതെങ്ങനെയാ വ്യാഖ്യാനിക്കുന്നത്? പട്ടി കടിക്കാൻ വന്നു, പൂച്ച കടിക്കാൻ വന്നൊക്കെ പറഞ്ഞ് ദർശനം കാണാറുണ്ട്. അതല്ല ദൈവമക്കളെ, അങ്ങനെ പിച്ചും പേയും കാണുന്ന ദർശനമല്ല. ജീവിതത്തിൽ ആഴമായ ദർശനം. നീ സുബോധത്തോടെ ഉറങ്ങുമ്പോൾ തന്നെ നിന്റെ അന്തരാത്മാവ് സുബോധത്തോടെ ഇരിക്കുമ്പോൾ പ്രഭാതത്തിൽ ദൈവം വന്ന് നിന്നോട് സംസാരിക്കും. അതൊക്കെ നിവർത്തിച്ച് കിട്ടും. നീ മറന്നേക്കാം, നിന്റെ കുഞ്ഞുങ്ങൾ മറന്നേക്കാം, അതെല്ലാം നീ ഉപേക്ഷിച്ചേക്കാം, നടക്കത്തില്ലെന്ന് നീ പ്രഖ്യാപിച്ചേക്കാം. നിന്റെ ദൈവം വിശ്വസ്തനാണ്. അവനത് നിവർത്തിച്ചു തരും. നമ്മൾ മറന്നുപോയാൽ ഓർമ്മപ്പെടുത്തിയത് തരും ദൈവമക്കളെ. നമ്മുടെ ദൈവത്തിന്റെ നീതിയാണ്. ഇനി അടുത്ത വിഷയം, ഈ വാഗ്ദത്തങ്ങളുടെ മറ്റൊരു ദിശയാണ് ഈ ദർശനം. ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ ഈ ദർശനം നിറവേറണമെങ്കിൽ ദീർഘമായി ക്ഷമിക്കണം. ഉദാഹരണമായിട്ട് നമുക്ക് ഈ ജോസഫ് എന്നൊരു ഭക്തനെ നോക്കാം. നമുക്കൊക്കെ സുപരിചിതമാണ്. ജോസഫിന്റെ പുസ്തകം വായിച്ചിട്ടുള്ളവരായിരിക്കും ഇവിടെ ഇരിക്കുന്നതിൽ ഏറിയ ഭാഗവും. വായിച്ച് ഗ്രഹിച്ച് മറ്റുള്ളവരെ പഠിപ്പിച്ചിട്ടുണ്ടെന്നല്ലാതെ എത്രമാത്രം പ്രായോഗികമാക്കിയിട്ടുണ്ടോ എന്നൊന്നൊന്ന് ചിന്തിച്ചോണം. അപ്പൊ ഈ നമ്മുടെ വാഗ്ദത്തങ്ങളുടെ ഒരു ഭാഗമാണ് അഭിഷേകം. അത് നിവർത്തിക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? ദീർഘക്ഷമയോടെ കാത്തിരിക്കണം. 17ഓളം വർഷം ദുരിതപ്പെട്ട പാതയിൽ ദൈവത്തിനെതിരെ സംസാരിക്കാതെ, പ്രതികാരം ചെയ്യാതെ, അധികാരം ദുർവിനിയോഗം ചെയ്യാതെ
അറിയാതെ, മനസ്സിലൊരിക്കലും നിരാശ വരാതെ ദാവീദ് യാത്ര ചെയ്ത് 30-ാമത്തെ വയസ്സിൽ അവൻ രാജ്യത്വം പ്രാപിച്ചു. ശമൂവേൽ മരിച്ചു, ആ തലമുറകളും മരിച്ചു. ഒരുപക്ഷെ ഇശായി മരിച്ചു കാണും ദൈവമക്കളെ. അപ്പനും മരിച്ചു, പ്രവാചകനും മരിച്ച ശേഷം ദാവീദിൽ അത് നിവർത്തിക്കപ്പെട്ടെങ്കിൽ നമ്മുടെ ദൈവം വിശ്വസ്തൻ. നിന്റെ മേൽ പകർന്ന അഭിഷേകം അത് നിവർത്തിച്ചു തരും. സിയോന്റെ അഭിഷേകമാണോ? വർഷങ്ങൾ കഴിഞ്ഞാലും അത് നിവർത്തിച്ചു തരും. നിന്നെ സിയോനിൽ കൊണ്ടെത്തിക്കും. യെരൂശലേമിന്റെ അഭിഷേകമാണോ? നിശ്ചയമായും അത് നിവർത്തിക്കും. നീ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ നിന്നെ കൊണ്ടുപോയി എത്തിക്കും. ദൈവം വിശ്വസ്തൻ. ഇനി അടുത്ത ലിസ്റ്റ് ദീർഘക്ഷമ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിക്കണം. ഉദാഹരണമായിട്ട് അടുത്തത് ദർശനമാണ്. ആട്ടിടയനായ യാക്കോബിന് മക്കളുണ്ട്, 12 മക്കൾ. 11-ാമത്തെ ഒരു മോനുണ്ട്, പേര് ജോസഫ്. പ്രിയ ഭാര്യയായ റാഹേലിന്റെ മൂത്ത മോൻ. ജോസഫ് നല്ലവനാണെന്ന് പറഞ്ഞാലും അവന്റെ ചില ചെറിയ സ്വഭാവ ദൂഷ്യങ്ങളാണ്. അപ്പൊ ഈ ചേട്ടന്മാരെല്ലാം കൂടി കമ്പനി കൂടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഇവൻ ഒതുക്കത്തി പോയി അപ്പന് കൊളുത്തി കൊടുക്കും. നല്ല മനുഷ്യനാണെന്ന്, ദർശനമൊക്കെ ഉള്ളവനാ, ഇങ്ങനെ ഒരു ആത്മാവാണ്. കമ്പനി കൂടിയിരുന്ന് എന്തെങ്കിലുമൊക്കെ പറയും. ചേട്ടന്മാര് രൂപേനെ, ശിമിയോനെ അവനൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ ഒതുക്കത്തി ഇരുന്ന് കേട്ടേച്ച് അപ്പുറത്ത് പോയി ഒതുക്കത്തി കൊളുത്തി കൊടുക്കും. അങ്ങനെ ജോസഫിന് അങ്ങനെ ഒരു പ്രത്യേകത. നല്ല മനുഷ്യനാ, പ്രാർത്ഥിക്കുന്നവനും ആ ദർശനമാണോ അപ്പച്ചന് ഇഷ്ടമാണ്. അപ്പൊ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നതുകൊണ്ട് അപ്പച്ചൻ എന്ത് ചെയ്യുന്നറിയോ, കാൽപാദം വരെ ഒരു നിലയെങ്കിൽ അക്കാലത്തെ രാജകുമാരന്മാരുടെ ഉടുപ്പ ആട്ടിടയന്റെ മോന് മേടിച്ചു കൊടുത്തു. പിള്ളേർക്ക് ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കല്ലേ, നോക്കിക്കോണേ. ഇവൻ വന്ന് എന്ത് ചെയ്യുന്നറിയാമോ, ചേട്ടന്മാരുടെ ദൂഷണം, അങ്ങനെ എഴുതിയിരിക്കുന്ന ചേട്ടന്മാരുടെ ദൂഷണം വന്ന് യാക്കോബിനോട് പറയും. അന്ന് യാക്കോബ് അടക്കണ്ടേ, അത് കേട്ടില്ല. അപ്പൻ മൂളിക്കൊണ്ടിരുന്നു. അവരെ രൂപേന്റെ കാര്യം, മറ്റവന് ശിമിയോന്റെ കാര്യം ഒക്കെ ഒതുക്കത്തിൽ വന്ന് ഇങ്ങനെ കൊളുത്തി കൊടുക്കുന്നതിനിടയിലാണ് ഈ ദർശനവും കണ്ടത്. അപ്പൊ നമ്മള് കൊളുത്താൻ പോകരുത്. കൊളുത്തിയാൽ നമുക്ക് അപ്പുറത്ത് കൊളുത്ത് വീഴും. നമ്മൾ വിതയ്ക്കുന്നതേ കൊയ്യത്തുള്ളൂ. അവൻ സഹോദരന്മാരെ കുറിച്ച് അപ്പനോട് വന്ന് ദുർവർത്തമാനം പറഞ്ഞു എന്നാ പറയുന്നത്. അത് കേട്ടപ്പൻ തലയാട്ടി. വർഷങ്ങൾക്ക് ശേഷം ഈജിപ്തിൽ ചെന്നപ്പോൾ ചെയ്യാത്ത പാപം പൊത്തിപ്പേറിന്റെ ഭാര്യയെ അവൻ പാപത്തിന് വിധേയപ്പെടുത്തിയെന്ന് പറഞ്ഞുകൊണ്ട് പരദൂഷണം പറഞ്ഞു പരത്തി വർഷങ്ങളിൽ ജയിലിൽ കിടക്കേണ്ടി വന്നു. വിതയ്ക്കുന്നതേ കൊയ്യത്തുള്ളൂ കേട്ടോ. നമ്മളതൊന്ന് ഓർത്തോണം ദൈവമക്കളെ. നമ്മൾ എന്ത് വിതച്ചോ അതേ കൊയ്യും. അപ്പൻ യാക്കോബ് പണ്ട് കണ്ണു കാണാത്ത ഇസഹാക്കിന്റെ അടുക്കൽ ചെന്ന് ഒരു നല്ല ചേട്ടന്റെ തുണിയൊക്കെ ഉടുത്ത് നേരും ചോവും പറയത്തില്ല, ചോദിക്കുന്നതല്ല പറയുന്നു. പറയാത്ത ചില പുള്ളികളുണ്ട്. എന്തുകൊണ്ട് വിശേഷം എന്ന് ചോദിച്ചാൽ ഇന്നലെ ബാക്കി വിശേഷത്തിന്റെ കാര്യം പറയത്തില്ല. ഭയങ്കര മഴക്കോളാണെന്ന് പറയും. മഴക്കോളാണെന്ന് മൂപ്പനും അറിയാം, അത് പറയത്തില്ല. നേരെ ചോവന് പറയത്തില്ല. ഓരോ അഡ്ജസ്റ്റ്മെന്റ് നിൽക്കും. അപ്പൊ അങ്ങനെ അപ്പച്ചനെ കളിപ്പിച്ച് കയ്യിലും കാലിലും ഒക്കെ ചേട്ടന്റെ രൂപം പോലുള്ള പഞ്ഞിയൊക്കെ വെച്ച് കെട്ടി മൂളി ഞരങ്ങി അനുഗ്രഹം മേടിച്ചു. വർഷങ്ങൾ പലത് കഴിഞ്ഞു ദൈവമക്കളെ. യാക്കോബ് വയസ്സനായപ്പം പിള്ളാര് മോന്റെ തുണി വലിച്ചു കീറി ആടിന്റെ രക്തം മുക്കി അപ്പനെ കളിപ്പിച്ചു. നമ്മൾ കൊടുത്താലേ കൊല്ലത്ത് കിട്ടില്ല, അതിനപ്പുറത്ത് കുണ്ടറെ കിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തേ ചെയ്യാവൂ കേട്ടോ. വിതയ്ക്കുന്നതേ കൊയ്യത്തുള്ളൂ. നമ്മൾ വിതച്ചത് നമ്മൾ കൊയ്തില്ല, 10 സെന്റ് ബാക്കി കിടപ്പുണ്ടേ മക്കൾ കൊയ്യും. ചില മടയനൊന്നും ഈ ബോധമില്ല. അവന്മാർ ഇങ്ങനെ വിശുദ്ധന്മാരോടും വഴക്കുണ്ടാക്കി, സഭയിലും കലക്കം ഉണ്ടാക്കി, ശമൂവേലിന്റെ അങ്കി ശൗല് കീറിയതുപോലെ കീറാൻ നടക്കും. ഇതെല്ലാം കൂടെ ഒന്നിച്ചുകൂടി തലമുറകളെ പിന്തുടർന്ന് നിന്റെ പ്രാണനെ വേട്ടയാടും. വേദപുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കും. നമ്മൾ കൊടുത്താൽ കിട്ടുമെന്നുള്ളതിന് സംശയമില്ല. പണ്ടൊരു അപ്പനും മോനും കൂടെ വഴക്കുണ്ടാക്കി. വഴക്ക് രൂക്ഷമായപ്പോ എന്ത് ചെയ്യുന്നറിയാമോ, മോൻ പറഞ്ഞോടോ തന്നെ ഞാൻ കാണിക്കാവിടോ എന്ന് പറഞ്ഞ് കാലെ പിടിച്ച് വലിച്ച് നടുറോഡിലോട്ട് ഗേറ്റിന്റെ അവിടെ കൊണ്ടുവന്ന് പറഞ്ഞു, എന്റെ മോനെ ഇനിയും വലിക്കരുതേന്നു. എന്താടോ, ഞാനും എന്റെ അപ്പനെ ഇവിടം വരെ വലിച്ചോളന്ന്. ഞാനും എന്റെ അപ്പച്ചനെ കാലെ പിടിച്ച് ഇവിടെ വരെ വലിച്ചുള്ളൂ, ഇനിയും വലിക്കരുത്, അത് അന്യായമാണ്. അപ്പൊ നമ്മൾ ഓർത്തുകൊള്ളണം ദൈവമക്കളെ. അപ്പൊ ഈ ജോസഫിന് ഇങ്ങനെ ഇടയ്ക്കൂടെ പോയി അപ്പനോട് രഹസ്യം പറഞ്ഞ് ജ്യേഷ്ഠന്മാരുടെ അപമാനം പറഞ്ഞുകൊണ്ടിരുന്നു. വർഷങ്ങൾ പലത് കഴിഞ്ഞു, പരീക്ഷ നേരിട്ടു. ഇതിനിടയിൽ ഒരു ദർശനം കണ്ടു ദൈവമക്കളെ. ദർശനം വേറൊന്നുമല്ല, അദ്ദേഹത്തെ നമസ്കരിക്കുന്നു ഇത് പറഞ്ഞു. ആ ദർശനം പരസ്യമായി. അനന്തരം പീഡനങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി വന്നു. വർഷങ്ങൾ പലത് പോയി. എങ്കിലും ഒരു കൊച്ചു കുഞ്ഞാണ്. ചേട്ടന്മാരെ തേടി ചെന്നതാണ്. അവന്മാർ എന്ത് ചെയ്യുന്നറിയാം, അവന്റെ ഉടുപ്പൊക്കെ ഊരിയെടുത്തിട്ട് എടാ എന്തായി നിന്റെ ദർശനം, നീ വാടാന്ന് പറഞ്ഞു. കൊല്ലാമെന്ന് പറഞ്ഞു. അപ്പൊ യഹൂദ പറഞ്ഞു കൊല്ലണ്ട, വിറ്റേക്കാമെന്ന് പറഞ്ഞു. രൂപേൻ നല്ല മനുഷ്യനാ, മൂത്ത ജ്യേഷ്ഠനല്ലേ, രൂപേന്റെ മോന്റെ പ്രായമുള്ളൂ, കുഞ്ഞല്ലേ. അയ്യോ അവനെ കൊല്ലരുതേ, അവനെ ഉപദ്രവിക്കരുതേ, അവൻ നമ്മുടെ ജീവന്റെ ഭാഗമാണ്, അവന്റെ ദുഃഖം നമ്മുടെ അപ്പച്ചന്റെയും കൂടെ ദുഃഖമാണ്, അരുത് എന്ന് പറഞ്ഞ ഒരാട്ടിൻകുട്ടി പോയതിനെ തേടി രൂപേൻ അങ്ങോട്ട് പോയപ്പോഴാണ് കച്ചവടക്കാർ പറയുന്നത്. അപ്പൊ യഹൂദ പറഞ്ഞു കൊല്ലണ്ട, നമുക്ക് അവനെ വിറ്റേക്കാവുന്നു. അപ്പൊ ഇവന്മാരെല്ലാം കൂടെ പിടിച്ച് ഒരടിമയുടെ വിലയ്ക്ക് വിറ്റു. അക്കാലത്ത് ഈ അടിമയുടെ പല്ലെണ്ണിയ പ്രായം നോക്കും.
ജോസഫിന്റെ പല്ലൊക്കെ എണ്ണി ആ അടിമകൾക്ക് പരിഹാസ് ഇസ്മായേലിന്റെ വംശത്തിന് വിറ്റു. ചേട്ടന്മാരെല്ലാം കൂടെ കൊണ്ടുവന്ന പൊതി അഴിച്ച് അപ്പം കൊടുത്തുവിട്ട് എല്ലാം കഴിച്ചു. ദർശനമൊക്കെ പറഞ്ഞു ഇവനെ പരിഹസിച്ചു. ഇവനെ എടുത്ത് ആദ്യം പൊട്ടക്കണ്ടിലിട്ടു, പിന്നെ അവിടുന്ന് വലിച്ചു കരക്കേറ്റി. ഞാനൊരിക്കലും ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഇതിന്റെ ഒരു നല്ല സീനറി കണ്ടു. അയ്യോ, ഞെട്ടിപ്പോകും. സഹോദരന്മാരെല്ലാം ആട്ടിടയന്മാർ അട്ടഹസിക്കുകയാണ്. ഇസ്മായേൽ കച്ചവടക്കാർ ഒട്ടകത്തിന്റെ പുറത്തിരിക്കുകയാണ്. ജോസഫിന്റെ രണ്ട് കൈയും കൂടെ കെട്ടി കയറെ വലിക്കുകയാണ്. ജോസഫ് ഇങ്ങനെ തിരിഞ്ഞു നിന്നേച്ച് ചേട്ടനെ വിളിക്കുന്നു, അയ്യോ ശിമിയോനെ, അയ്യോ രൂപേനെ, എന്റെ അപ്പച്ചന്റെ വീട്ടിൽ എന്നെ കൊണ്ടുപോണേ. നമുക്കറിയാണ് നല്ല രംഗമാ ദൈവമക്കളെ, ചങ്കുരുകി പോകും. ആരോ കലാകാരനാ ബൈബിൾ വായിച്ചതാണ്, എന്നിട്ട് ഇങ്ങനെ പുറകിൽ കെട്ടി വലിച്ചോണ്ട് പോവാണ്. ജോസഫ് കരഞ്ഞുകൊണ്ടിരുന്നു. അയ്യോ 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 എന്ന് പറഞ്ഞു. ഇവന്മാർക്ക് ദൈവമൊന്നുമില്ല. കശാപ്പിന് ആന്ധ്രായിൽ നിന്ന് മാടിനെ കൊണ്ടുവരുന്ന പോലെ ഈ ജോസഫിന്റെ കയ്യെ കെട്ടി അവർ വലിച്ചു. ഈജിപ്റ്റോളം കൊണ്ടുപോയി അവിടെ അവനെ വിറ്റു. അവന് ഊഴിയവേല ചെയ്തു. വർഷങ്ങൾ കാരാഗ്രഹത്തിൽ കിടന്നു. അവനൊന്ന് ഓർത്തു നോക്കിക്കേ, അവിടെ അപ്പച്ചനില്ല, അമ്മയില്ല. അമ്മ മരിച്ച ദുഃഖം പ്രാണനിൽ നിന്ന് ഇതുവരെയും പോയിട്ടില്ല. ഭാഷ അറിയത്തില്ല. അവിടെ ആരാധന സൗകര്യമില്ല. അവിടുത്തെ ഭക്ഷണം തനിക്ക് ചേരുന്നതല്ല. ഏകാന്തതയുടെ വർഷങ്ങൾ പലത് കടന്നുപോയി. എത്ര വർഷം എന്നറിയാമോ ദൈവമക്കളെ? ഏതാണ്ട് ദീർഘ വർഷക്കാലം, 20ഓളം വർഷക്കാലം താൻ അവിടെ പോയി. അതിൽ ചില നാളുകൾ 14-15 വർഷം ഇരുമ്പഴിക്കുള്ളിൽ അടയ്ക്കപ്പെട്ടു. എല്ലാവിധത്തിലും കഷ്ടത, സഹോദരന്മാരുടെ കഷ്ടത, പാപത്തിന്റെ പരിശോധന, ദുഷ്ടന്മാർക്കിടയിലുള്ള പീഡനം, ഇതെല്ലാം കഴിഞ്ഞു. യഹോവ ജോസഫിനെ ഓർത്തു. വർഷങ്ങൾ പലത് കഴിഞ്ഞു. ദൈവത്തിന്റെ നാടായ കനാനിൽ ക്ഷാമമുണ്ടായി. ക്ഷാമം രൂക്ഷമായപ്പോൾ യാക്കോബ് തന്റെ കുഞ്ഞുങ്ങളെ അയച്ചു. അവർ ഈജിപ്തിലേക്ക് പോവുകയാണ്. ഈജിപ്തിൽ ചെന്നു. വയോധ്യനായ രൂബേൻ നിൽക്കുന്നു, യഹൂദ നിൽക്കുന്നു, ശിമിയോൻ നിൽക്കുന്നു. ഇവന്മാരെല്ലാം ആട്ടിടയന്മാരാണ്. അവരെ ഒരു വസ്ത്രം ധരിച്ചു, വേറൊന്നുകൊണ്ട് പുതച്ചു. തലയിൽ ഒരു കെട്ടുകൊണ്ട് താടിയൊക്കെ വളർത്തി കൂനി വളച്ച് നിൽക്കുകയാണ്. ജോസഫാണ് ഈജിപ്തുകാരന്റെ വസ്ത്രമാണ്. സുക്കോവ ദേവന്റെ ചിഹ്നമുള്ള ഒരു കിരീടമൊക്കെ വെച്ച് നല്ല ഒരു യൗവനക്കാരൻ ഇറങ്ങി വന്നു. അദ്ദേഹമാണെന്ന് അവിടുത്തെ ഭക്ഷ്യകാര്യ വകുപ്പ് മന്ത്രി. അപ്പോൾ ഖനാനിൽ നിന്ന് ഒരു കൂട്ടർ യഹൂദന്മാർ വന്നിട്ടുണ്ട്. അവർക്ക് റേഷനരി കൊടുക്കണം. ഇദ്ദേഹം ഇറങ്ങി വന്നു നോക്കിയപ്പം ചേട്ടന്മാരാ നിൽക്കുന്നത്. നമ്മളൊക്കെയാണ് അമ്പരന്ന് പോകും. ചേട്ടന്മാരെല്ലാം നിൽക്കുന്നു. രൂപേൻ വയസ്സൊക്കെ ആയി, വർഷങ്ങൾ കഴിഞ്ഞില്ലേ, അണ്ണുമൊക്കെ കുഴിഞ്ഞ് കൂനി വളഞ്ഞ് അരിമേടിക്കാൻ വന്ന് നിൽക്കുക. അപ്പുറത്തെ യഹൂദ, അദ്ദേഹത്തിന് ഇച്ചിരി നെഞ്ചു വരുമൊക്കെ ഉണ്ട്. ഇപ്പുറത്തെ ശിമിയോൻ, ഇനി വേറൊരു ലേവി, ഇവരെല്ലാം നിപ്പുണ്ട്. വട്ടം നോക്കി. ജോസഫ് അകത്തങ്ങ് പോയി. ദൈവമക്കളെ, ഈ ജോസഫ് ക്ഷമിച്ചെന്ന് പറഞ്ഞാലും പാപബോധം വരുത്തിയിട്ടാണ് ക്ഷമിച്ചത്. ജോസഫ് അകത്ത് പോയി പറ്റിയ പരിപാടി കൊടുത്തു. അകത്ത് പോയി കരഞ്ഞിട്ട് ഇറങ്ങി വന്നു. അവന്റെ കൊട്ടാരത്തിൽ സൂക്ഷിക്കുന്ന, രഹസ്യമായി സൂക്ഷിക്കുന്ന വാനപാത്രത്തിന് എടുത്ത് ചാക്കിൽ കെട്ടി ഇവരെ വഴിയിലിട്ട് കുടുക്കിക്കളഞ്ഞു. എന്തിനെന്നറിയാമോ? ഇവർക്ക് ബോധം വരാൻ. ഇവർ പിൽക്കാലത്ത്, നമുക്ക് സുപരിചിതമാണല്ലോ, പിൽക്കാലത്ത് അവർ പിടിക്കപ്പെട്ടു. ചാക്കുകെട്ടഴിക്കുമ്പോൾ ബെന്യാമീൻ എന്നൊരുവന്റെ ചാക്കുകെട്ടിൽ വീഴുകയാണ്. അപ്പോൾ 5 പ്രാവശ്യം ഈ യോസഫ് ഒരു വാക്ക് പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ പൊയ്ക്കോ, ഇനിയും നിങ്ങൾക്ക് ആഹാരം വേണമെങ്കിൽ നിങ്ങൾ മടങ്ങി വരുമ്പോൾ നിങ്ങളുടെ ഇളയ സഹോദരൻ എന്നൊരുത്തം പറഞ്ഞിട്ടില്ലേ, പേര് ബെന്യാമീൻ, അദ്ദേഹത്തെ കൂടെ ഒന്ന് കൊണ്ടുവരണം, കാണണം. കുഞ്ഞിനെ കാണാനുള്ളേ, കൊച്ചു പയ്യനല്ലേ, ഒരമ്മയുടെ മക്കളാ. അവൻ കുഞ്ഞായി, ഇവൻ ഒന്നിച്ച് കളിച്ചതല്ലേ, അതൊക്കെ മനസ്സിന്റെ ഓർമ്മയിൽ വന്ന് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ശരി സാറേ എന്നൊക്കെ പറഞ്ഞു. മാരി ചാക്കും കെട്ട് വീട്ടിൽ ചെന്നു. പിന്നെ ക്ഷാമമൊന്നും മാറിയില്ല, മഴയില്ല, ക്ഷാമം രൂക്ഷമായി. പ്രശ്നം മുൻപോട്ട് നീങ്ങി. യാക്കോബിനോട് കാര്യം പറഞ്ഞു, ആരും തയ്യാറല്ല. അവസാനം യാക്കോബ് പറഞ്ഞു, ഇല്ല, നിങ്ങൾ എന്റെ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കി കളയരുത്. ജോസഫ് എനിക്ക് പോയി ഒരുത്തനെ മിസ്രൈമിൽ ഇട്ടിട്ട് വന്നിരിക്കുകയാണ്, ഇനിയും ബെന്യാമിനെ കൂടോ? ഇല്ല, ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല. രൂബേൻ മുൻപോട്ട് വന്നു വാദിച്ചു, അപ്പൻ വിട്ടില്ല. യഹൂദ മുൻപോട്ട് വന്ന് പറഞ്ഞു, ബാലനെ എന്റെ കൂടെ അയക്കണം, ഞാൻ ഉത്തരവാദിയായിരുന്നോളാം. പണ്ട് ജോസഫിന്റെ വിഷയത്തിൽ ഉത്തരവാദിയാകേണ്ട ആളാണ്, വിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇച്ചിരി വട്ടം കറങ്ങേണ്ടി വന്നു. നമ്മുടെ കടപ്പാടൊക്കെ നമ്മൾ ചെയ്തോണമേ, ചെയ്തില്ലേ നമ്മൾ വട്ടം കറങ്ങും. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കൂടെ ബെന്യാമിനെ അഴിച്ചു പോയി. എന്നിട്ട് അവിടെ ഒരു പ്രത്യേക രംഗമുണ്ട്. ഈ ആട്ടിടയന്മാർക്കിടയിൽ ഈ ദേഹം, ഉന്നതനായി ദേഹം വന്നിരുന്ന് ഭക്ഷണം കഴിച്ചു. ഇതിനിടയിൽ കുറെ ഭക്ഷണം കൂടുതൽ ബെന്യാമിന്റെ മേശയിൽ കൊടുത്തു വിട്ടു. എന്നിട്ട് ഈ ചേട്ടന്മാരെയൊക്കെ നോക്കി, ഇവിടെ ഇവന്മാരുടെ സ്വഭാവത്തിനും വല്ല മാറ്റമുണ്ടോ? പേടിച്ചിരിക്കുകയല്ലേ. എനിക്ക് പണ്ടൊരു ഉടുപ്പ് മേടിച്ച് തന്നേച്ചുള്ള അസൂയയ്ക്ക് മാറ്റമുണ്ടോ എന്ന് ചോദിച്ചപ്പോ മുഖഭാവം ഒന്നും മാറുന്നില്ല. അവസാനം ദൈവമക്കളെ പിടിക്കപ്പെട്ടു. അവസാനം യഹൂദ കയറിയൊരു വാക്ക് പറഞ്ഞു, യജമാനനെ, ഞങ്ങൾ നിരപരാധിയാണ്. ആരുടെ ചാക്കുകെട്ടിൽ കാണുന്നുവോ അവർ നിനക്കടിമ. ഇവിടെ അപ്പനോട് എന്താ പറഞ്ഞേക്കണേ, അപ്പാ നിന്റെ മോനെ നിന്റെ അടുക്കൽ കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ അതിന് ഉത്തരവാദിയാണ്. അവിടെ പറഞ്ഞേക്കുന്നത് എന്നറിയാം, അപ്പച്ച യജമാനനെ ആരുടെ ചാക്കുകെട്ടിൽ കാണുന്നു അവൻ നിനക്കടിമ. വായിന്ന് വരുന്ന വാക്കൊക്കെ സൂക്ഷിച്ചോണം. നമ്മൾ വലിയ
മിടുക്കരായിട്ട് കത്തിക്കുന്നതാണ്. നിന്റെ വായിലെ വാക്കിനാൽ നീ വിധിക്കപ്പെടും, നിന്റെ വായിലെ വാക്കിനാൽ നീ പിടിക്കപ്പെടും. പിടി വീണു ദൈവമക്കളെ. ചാക്ക് കെട്ടഴിച്ചു. അഴിച്ചപ്പോ ആരാ? ബെന്യാമിന്റെ ചാക്കിലാ. അപ്പൊ ജോസഫ് ഒരു വാക്ക് പറയുന്നുണ്ട്, നിങ്ങളെല്ലാം നല്ലവരാ. അത് അത്ഭുതം. നിങ്ങളെല്ലാം പരമാർത്ഥിയാണ്. ഇവനാ തെറ്റുകാരൻ, ഇവനെ അകത്തോട്ട് കയറ്റിയിട. ബാക്കിയുള്ള ഒരു പൊക്കളാൻ പറഞ്ഞു, വിറയല് തുടങ്ങി. അപ്പോൾ യഹൂദ പറയുന്നുണ്ട്, അയ്യോ അന്ന് ഞാൻ പറഞ്ഞില്ലേ ബാലനെ വിൽക്കരുത്. അവൻ നമ്മളോട് കെഞ്ചി അപേക്ഷിച്ചിട്ട് നാം അവന്റെ അപേക്ഷ കേട്ടില്ല. ദൈവമോ നമ്മുടെ അകൃത്യം കണ്ടെത്തി. ദൈവമക്കളെ ഓർത്തുകൊള്ളണമേ, നമ്മൾ വിതയ്ക്കുന്നത് മാത്രമേ നമ്മൾ കൊയ്യത്തുള്ളൂ. ജോസഫ് ഇത് കേട്ടപ്പോ ഉള്ളം കത്തി. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായത്തിൽ അത് എഴുതിയിട്ടുണ്ട്. അയ്യോ, വിറ്റതിൽ അവർ വേദനപ്പെടുന്നു. അവരുടെ ഭാഷ ജോസഫിന് അറിയാം, പക്ഷേ ജോസഫിന്റെ ഭാഷ അവർക്കറിയത്തില്ല. 45-ാം അധ്യായത്തിൽ ആ മനോഹര ചിത്രം വരച്ചിട്ടുണ്ട്. പെട്ടെന്ന് ജോസഫ് പറഞ്ഞു, എല്ലാവരും പുറത്തു പോകുവേ. തന്റെ സഹായത്തിന് നിൽക്കുന്നവരും ഭാഷാ തർജ്ജനം ചെയ്യുന്നവരും എല്ലാം പുറത്തുപോയി. ഇപ്പം 12 പേരുണ്ട്. ബെന്യാമീൻ നിൽക്കുന്നു. ജോസഫ് അങ്ങോട്ട് ഇറങ്ങി വന്നു. ജോസഫ് പറയാണ്, സഹോദരന്മാരെ, നിങ്ങൾ മിസ്രൈമിലേക്ക് വിറ്റ ജോസഫാണ് ഞാൻ. എന്നെ വിറ്റതിൽ നിങ്ങൾ വിഷാദിക്കേണ്ട. നിങ്ങൾക്ക് മുൻപേ ദൈവം എന്നെ അയച്ചതാണ്. അടുത്തത്, നമ്മുടെ അപ്പച്ചൻ ജീവിച്ചിരിപ്പുണ്ടോ? അപ്പച്ചനോട് പോയി പറയണം, ജോസഫ് മിസ്രൈമിന് അധിപതിയാണ്. അപ്പോഴാണ് സഹോദരന്മാർ അവന്റെ കാൽക്കൽ വീണു. ആട്ടിടയന്റെ കുടിലിൽ കിടന്നുറങ്ങുന്ന ബാലനായ ജോസഫ് കണ്ട ദർശനം നിറവേറി. സഹോദരന്മാർ അവന്റെ കാൽക്കൽ വീണ് അവനെ നമസ്കരിക്കുന്നതിന്റെ പിന്നിൽ അവൻ അവന്റെ സഹോദരനോട് ദീർഘമായി ക്ഷമിച്ചു. പ്രിയ ദൈവവൈതലേ, പലപ്പോഴും പലരുടെയും തെറ്റുകൾ നിനക്ക് ക്ഷമിക്കാൻ കഴിയാത്തത് നിന്റെ ജീവിതത്തിലെ വാഗ്ദത്തങ്ങൾക്ക് തടസ്സമാണ്. ജോസഫ് ക്ഷമിച്ചു. ഇങ്ങോട്ടടുത്ത് വരുവീനെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളെ സംരക്ഷിച്ചോളാമെന്ന് പറഞ്ഞു. സ്വർഗം അത് അംഗീകരിച്ചു. ആട്ടിടയനായ യാക്കോബിന്റെ ഇടയിൽ കൂടാരത്തിൽ കിടന്നുറങ്ങുമ്പോൾ കൊച്ചുബാലനായ ജോസഫ് കണ്ടത് ഈജിപ്തിന്റെ ഫറവോനിലെ രാജകൊട്ടാരത്തിൽ വെച്ച് നിവർത്തിക്കുമ്പോൾ അതിന്റെ പിന്നിലൊന്നുണ്ട്. 20ഓളം വർഷം ദൈവിക ദർശനത്തിന് ക്ഷതം വരാതെ അവയെ ജോസഫ് കാത്തു സൂക്ഷിച്ചു. 2, തന്നോട് ദ്രോഹം ചെയ്ത് തന്റെ അങ്കി ഊരിയെടുത്ത് 20 വെള്ളിക്കാശിന് വിറ്റ തന്റെ സഹോദരവർഗത്തെ കണ്ടപ്പോൾ പ്രതികാരം ചെയ്യാതെ, അവരെ പകയ്ക്കാതെ, അവരെ ദുഷിക്കാതെ, അവരുടെ പാപം എടുത്തു പറയാൻ തുനിയാതെ, സഹോദരന്മാരെ ഇങ്ങോട്ടടുത്തു വരുവീനെന്ന് പറഞ്ഞ് അവരെ കെട്ടിപ്പിടിച്ചാലിംഗനം ചെയ്തപ്പോൾ കണ്ട ദർശനം അത് നിറവേറി. അപ്പൊ ക്ഷമിച്ചാലേ നടക്കത്തുള്ളൂ. ക്ഷമിച്ചില്ലെങ്കിൽ നമ്മൾ നടക്കത്തില്ല. നമ്മുടെ ചില ഭക്തന്മാരുണ്ട്, അവരിങ്ങനെ പറയും, ഞാൻ ചത്താലും ക്ഷമിക്കരുത്, നീ ചത്താലും ക്ഷമിക്കരുത്. രഹസ്യം എന്തെന്നറിയാമോ? നിന്നോടുള്ള വാഗ്ദത്തങ്ങളിൽ ഒരു കടുകുമണിയുടെ കാര്യം നടക്കാൻ പോകുന്നില്ല. ഈ വാഗ്ദത്തങ്ങളെല്ലാം കൂടെ മേടിച്ച് ഒരു നല്ല സിമന്റിയാക്കിനകത്ത് കെട്ടി ഈ 65 വർഷം ചുമന്നു, ഒന്നും നടക്കത്തില്ല. നടക്കണമെങ്കിൽ വിശ്വാസം വേണം, പ്രവൃത്തിയുടെ സമയം വരെ കാത്തിരിക്കണം. അടുത്തത് ദീർഘമായി ക്ഷമിക്കണം. അപ്പൊ എന്തിനാണ് ക്ഷമിക്കുന്നത് നമുക്ക് നോക്കാം. വേദപുസ്തകം പഠിച്ചാൽ ക്ഷമിക്കുന്നതിന് 2 ഭാഗമാണ്. ക്ഷമിച്ചാലേ വാഗ്ദത്തം നിറവേറും. പല കാര്യങ്ങളും ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയെന്നാണ്. അപ്പൊ നമുക്ക് പല രോഗങ്ങളും നമ്മളെ വിട്ടു പോകുന്നില്ല. രഹസ്യം എന്നറിയോ? നമുക്ക് പലരോടും ക്ഷമിക്കാനൊക്കെയല്ല. ഞാനൊരു കാലത്ത് ഒരാളെ കണ്ട് ശരീരം മുഴുവൻ ഏതോ ഒരു ത്വക്ക് രോഗം വന്ന് അങ്ങ് ചീഞ്ഞ് വ്രണമായി ചൊറിഞ്ഞ് നിരാശപ്പെട്ടിരിക്കുക. എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ഡോക്ടർമാർ നോക്കിയിട്ടും ഒന്നും അതിനുമില്ല. കാരണം എന്ന് ചോദിച്ചാൽ ആ സഹോദരിയുടെ മനസ്സിൽ തന്റെ ഭർത്താവിന്റെ സഹോദരിയോട് ഭയങ്കരമായ വൈരാഗ്യമാണ്. അവർ പ്രാർത്ഥിക്കും, ആത്മാവിൽ നിറയെ ഒക്കെ ചെയ്യുമെങ്കിലും ആ നിത്യവൈരാഗ്യമാണ്. ഈ ദൈവവചനത്തിന്റെ ആഴം കേട്ടപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു. അവർ പശ്ചാത്തപിച്ചു, അവർ കരഞ്ഞു, അവർ ആ സഹോദരിയോട് പോയി നിരപ്പ് പ്രാപിച്ചു. എനിക്ക് അബദ്ധം പറ്റി, ചേച്ചി എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. ആ ദിനം ആ രോഗത്തിന്റെ ശക്തി അവരുടെ മേൽ നിന്ന് അകന്നു തുടങ്ങി. ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ തന്നെ ആ രോഗം അവരെ വിട്ടുപോയി. ഇന്ന് രാത്രി നീ അറിഞ്ഞുകൊള്ളണം, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ട്. അത് നിവർത്തിക്കാൻ തടസ്സം എന്തെന്നറിയാമോ? നിനക്ക് ക്ഷമിക്കാൻ ഒക്കുന്നില്ല. ആ വർണ്ണത്തെ കയറി പിടിച്ചാണ് സാത്താൻ നിന്നെ പിച്ചി ചിന്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ആ വാഗ്ദത്തങ്ങളെല്ലാം നമുക്ക് പ്രാപിക്കണം. അപ്പോൾ എന്തിനാ ക്ഷമിക്കുന്നത്? വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ ക്ഷമിച്ചേ ഒക്കത്തുള്ളൂ. എത്ര പ്രാവശ്യം ക്ഷമിക്കണം? നമ്മുടെ പാസ്റ്റർ ഡോണ്, അദ്ദേഹം അമേരിക്കയിലായിരിക്കുമ്പോൾ ഒരു സ്പാനിഷുകാരനായ ഒരു സുവിശേഷകനുണ്ട്. അദ്ദേഹം ഇടയ്ക്ക് ഉണർവ് കൂടുമ്പം വരും, പിന്നെ അങ്ങ് പോകും. ഇടയ്ക്കിടയ്ക്ക് പോകും. പാസ്റ്റർ ഡോൺ ഒരു തമാശ രീതിയിൽ ചെറിയ കാര്യം മതി, ഉടനെ പെട്ടിയൊക്കെ തൂക്കിയെടുത്ത് പറയും, ബാസേ നിങ്ങളുടെ ഇടപാട് എനിക്ക് വേണ്ട, ഞാൻ പോവാന്ന് പറയാം.
പാസ്റ്ററൊന്നും മിണ്ടത്തില്ല. എയർപോർട്ടിൽ ചെന്നേച്ച് വിളിക്കും, പാസ്റ്റേ സോറി, ക്ഷമിക്കണേ, അബദ്ധം പറ്റിപ്പോയി, എന്നെ തിരിച്ചെടുക്കണേ. അപ്പൊ പാസ്റ്റർ പറയും പോരാൻ പറയും. വന്ന് കയറുമ്പോ പാസ്റ്റർ പറയും ഒന്ന് എണ്ണിക്കോണേ, എത്രാമതായെന്നൊന്ന് എണ്ണിക്കോണം. 40ആയി, ഇനി ഒന്ന് 41. ഞാൻ 70 പ്രാവശ്യം നീ ഇറങ്ങിപ്പോയാൽ തിരിച്ചു കയറ്റും, പിന്നെ ഞാൻ നിന്നെ കയറ്റത്തില്ല. അതാ പാസ്റ്റർ ഡോൺ പറയാറ്. ഇപ്പൊ ഉണ്ടോന്ന് എനിക്കറിയില്ല, പാസ്റ്റർ ഡോൺ മരിച്ചു പോയല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഉണർവ് കയറുമ്പോ എന്തെങ്കിലും നിസ്സാര കാര്യം പറയുമ്പോൾ പെട്ടിയെടുത്ത് ഒറ്റ പോകും, ഞാൻ ക്ഷമിക്കത്തില്ല, ഞാനങ്ങ് പോവാന്ന്. അവിടെ പോയിട്ട് പശ്ചാത്തലം. ഇപ്പൊ ഇദ്ദേഹം ഒരു നല്ല ഹൃദയമുള്ള ആളാ, വന്നാട്ടടാന്ന് പറയും. ഒന്നെങ്കിൽ ഇത്തം വാതുക്കെ നിൽക്കുമ്പോ പറയും എണ്ണിക്കോ, ഇപ്പൊ എത്രയായി? 5. നീ പൊക്കോ, ഇനിയുമേ ഒരു 65 പ്രാവശ്യം കൂടെ പോയിട്ട് വരും. കാര്യം 70 പ്രാവശ്യം ഞാൻ നിന്നോട് 7 വട്ടം ക്ഷമിക്കണമെന്ന് പറഞ്ഞ പത്രോസിനോടാ. ഞാൻ അത്ര ഉയർന്ന ആളല്ല, അപ്പൊ 70 പ്രാവശ്യം നിനക്കെ ഞാൻ കയറ്റാം. അപ്പൊ ഓരോ പ്രാവശ്യം എണ്ണിക്കണമെന്ന് പറയും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ക്ഷമിക്കാൻ ഒക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മുടെ ഒരു കാര്യവും നടക്കത്തില്ല. ദൈവമക്കളെ, ആയുഷ്കാലം മുഴുവൻ ഈ വാറ്റത്വം എല്ലാം ചുമന്നുകൊണ്ട് നടക്കും. ദൈവത്തിന് നിന്നിൽ ഒരു വലിയ പദ്ധതിയുണ്ട്, ഒരു ചുക്കും നടക്കത്തില്ല. പിശാച് ആ മുറിയിൽ പിടിച്ചാണ് നിന്നെ സൗഖ്യമാക്കാത്തത്. പിശാച് ആ കാര്യത്തിൽ പിടിച്ചാണ് നിന്റെ കുടുംബത്തെ വട്ടം കറക്കുന്നത്. പിശാച് ആ കാര്യത്തിൽ പിടിച്ചാണ് നിന്റെ പ്രാണനെ വേട്ടയാടുന്നത്. പിശാച് ആ ഒരു വിഷയത്തിൽ പിടിച്ചാണ് നിന്റെ കുഞ്ഞുങ്ങളെ ഇട്ട് വട്ടം കറക്കുന്നത്. അപ്പോൾ ഓർത്തോളണേ, ഈ വാറ്റത്വം നേടണമെങ്കിൽ ഒന്നാമത് വിശ്വാസവും രണ്ടാമത് ദീർഘക്ഷമയും വേണം. ഇനി അടുത്ത എന്തിനാ നമുക്ക് ക്ഷമിക്കാൻ നോക്കാം. ഒന്ന്, വാഗ്ദത്തം നിവർത്തിക്കപ്പെടണമെങ്കിൽ ക്ഷമ വേണം. ഇനി രണ്ടാമത് നമ്മൾ ക്ഷമിക്കുന്നത് എന്നാണെന്നറിയാമോ? സ്വർഗം നമ്മളോട് ക്ഷമിക്കണമെങ്കിൽ നമ്മളും ക്ഷമിക്കണം. നമ്മുടെ കർത്താവായ യേശു പറയുന്ന വാക്കുകളിൽ നമുക്ക് കാണാമല്ലോ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 14-ഉം 15-ഉം വാക്യങ്ങളെന്ന് വായിച്ചു. മത്തായി 6-ന്റെ 14-15 പെട്ടെന്ന് വായിച്ചു. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ, നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. നിങ്ങളോടും ക്ഷമിക്കും. അടുത്തത്, നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കത്തില്ല. ഓർത്തോണം. ഇപ്പൊ എത്രയോ പേർ വഞ്ചിക്കപ്പെട്ട് ഇപ്പോൾ നരകത്തിൽ പോയി കഴിഞ്ഞു. നമ്മൾ നല്ലപോലെ പൊരുതി ഓട്ടം തികച്ചെന്നൊക്കെ സ്റ്റിക്കർ ഒട്ടിച്ച് നല്ല പ്രസംഗവും പറഞ്ഞ് പറഞ്ഞു വിട്ടിരിക്കുക. വേദോത്സവം ശരിയാണെങ്കിൽ എത്ര എണ്ണം വെള്ളത്തിൽ പോയി കാണും. എഴുതിയിരിക്കുന്നത് എന്നറിയോ? നിങ്ങൾ നിങ്ങളുടെ കടക്കാരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എന്റെ പിതാവ് നിങ്ങളുടെ കടങ്ങളെയും പിഴകളെയും ക്ഷമിച്ചിട്ടില്ല. വീണ്ടും യേശു ഒരു ദുഷ്ടദാസനെ കുറിച്ച് പറഞ്ഞപ്പോൾ 10,000 താലന്ത് ക്ഷമിച്ചു കൊടുക്കാത്ത ദുഷ്ടദാസനെ അടുക്കൽ വിളിച്ചിട്ട് അവന്റെ ക്ഷമിച്ച ആ താലന്ത് തിരികെ ചോദിച്ച് കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ എറിഞ്ഞു കളഞ്ഞു. ആകയാൽ ക്ഷമിക്കുന്നതിന് 2 വശമാണ്. ഒന്ന്, വാഗ്ദത്തം നിവർത്തിക്കപ്പെടണമെങ്കിൽ അന്യനോട് ക്ഷമിക്കണം. 2, സ്വർഗം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കണമെങ്കിൽ നാം മറ്റുള്ളവരോട് ക്ഷമിക്കണം. ഇനി ക്ഷമിക്കപ്പെടുന്നതിന് എന്തു വേണം? വേദപുസ്തകം നമ്മൾ പഠിച്ചാൽ അതിന് 4 കാര്യങ്ങളാ ദൈവമക്കളെ. ഒന്നാമത്തേത്, ഞാൻ എന്റെ പ്രാണനെ സ്നേഹിക്കുന്നെങ്കിൽ ഞാൻ മറ്റുള്ളവരോട് ക്ഷമിക്കും. ഞാൻ എന്റെ പ്രാണനെ സ്നേഹിച്ച് എന്റെ പ്രാണൻ സ്വർഗത്തിൽ പോകണമെന്നൊരാഗ്രഹം എനിക്കുണ്ടെങ്കിൽ നിശ്ചയം ഞാൻ അത് ക്ഷമിക്കും. കാരണം എന്റെ പാപങ്ങളും സ്വർഗം ക്ഷമിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത്, ഇത് ക്ഷമിക്കുക എന്നുള്ളത് കരുണയാലാണ്. കരുണയുള്ളൊരു മനുഷ്യനെ അന്യന്റെ പാപം ക്ഷമിക്കാൻ ഒക്കൂ. 10,000 താലന്ത് ക്ഷമിച്ചുകൊടുത്ത് യജമാനന്റെ അടുക്കൽ പോയി നിങ്ങളൊന്ന് ചോദിച്ചാട്ടെ, യജമാനനെ അങ്ങ് എന്തുകൊണ്ട് 10,000 താലന്ത് ക്ഷമിച്ചു കൊടുത്തെന്ന് പറഞ്ഞാൽ യജമാനൻ പറയും, എനിക്ക് അവനോട് കരുണ തോന്നി. അതുകൊണ്ടാണ് യജമാനൻ പറഞ്ഞത്, എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിന്റെ കൂട്ടുദാസനോട് കരുണ തോന്നാഞ്ഞത് എന്ത്? അപ്പോൾ കരുണയുള്ളവർക്ക് ക്ഷമിക്കാനൊക്കത്തുള്ളൂ. ഇനി മൂന്നാമത്, നമ്മൾ ക്ഷമിക്കണമെങ്കിൽ നമുക്കൊരു ദർശനം വേണം. 1-ാം നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാരിൽ അതിവശ്രേഷ്ഠനായ സ്തെഫാനോസിനെ പാളയത്തിന്റെ പുറത്തു കൊണ്ടുപോയി കല്ലെറിയുമ്പോൾ തെരുവുനായെ കല്ലെറിയുന്നത് പോലെ കല്ലെറിഞ്ഞ് തന്റെ രക്തം വാർന്ന് ഭൂമിയിൽ വീഴുമ്പോൾ മുഴങ്കാൽ മടക്കി സ്വർഗത്തിലേക്ക് നോക്കി. പെട്ടെന്ന് പിതാവായ ദൈവത്തെയും വലത്തുഭാഗത്ത് നിൽക്കുന്ന യേശുവിനെയും കണ്ടപ്പോഴാണ് പറഞ്ഞത്, അയ്യോ, ഇവരുടെ പാപം കണക്കിടരുതേ, ഇവരോട് ക്ഷമിക്കണമേ. അപ്പോൾ യേശുവിനെ കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ദർശനമുള്ളവനെ ക്ഷമിക്കത്തുള്ളൂ. ഇനി അടുത്തതായി ക്ഷമിക്കുക എന്നുള്ളത് ജോസഫിന്റെ അവസ്ഥയാണ്. അതൊരറിവാണ്. ഏതാണ്? സഹോദരന്മാരെ, നിങ്ങളാരും എനിക്കൊരു ദോഷം ചെയ്തിട്ടില്ല, ഒരു ദോഷവും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് മുൻപ് എന്റെ ദൈവം എന്നെ അയച്ചതാണ്. ഞാൻ പോകുന്ന വഴി ദൈവം അയച്ചതാണെന്നും ഞാൻ ക്ഷമിച്ചാലേ സ്വർഗം എന്നോട് ക്ഷമിക്കത്തുള്ളെന്നും എന്റെ യേശു ക്ഷമിച്ചാണ് നിത്യതയിൽ ഉന്നതനായെന്നും എന്റെ പ്രാണനെ ഞാൻ സ്നേഹിക്കുന്നു എന്നും കരുണയുള്ള എന്റെ യജമാനൻ കരുണയാൽ ക്ഷമിച്ചതുകൊണ്ട് ഞാൻ ക്ഷമിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള അറിവുള്ള ഒരുത്തനെ ക്ഷമിക്കാനൊക്കത്തുള്ളൂ. വേദപുസ്തകം 365 പ്രാവശ്യം വായിച്ചുകൊണ്ട് ക്ഷമിക്കണം.
ക്ഷമിക്കണമെന്നില്ല. ദൈവമക്കളെ, ഈ വാഗ്ദത്തങ്ങളെല്ലാം നമുക്കുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലും അനേക വാഗ്ദത്തങ്ങളുണ്ട്. ആ വാഗ്ദത്തങ്ങളെല്ലാം നമുക്ക് പ്രാപിച്ചെടുക്കണം. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഒരു ആണ്ടിന്റെ അവസാന നാളുകളിലേക്ക് വന്നെത്തിയിരിക്കുന്നു. കഴിയുന്നിടത്തോളം എല്ലാവരും ഒരു നിമിഷം മുഴങ്കാൽമേൽ ഇരുന്നാട്ട്. ഇപ്പോൾ നമുക്കൊരു ഉണർവല്ല ആവശ്യം. സ്വന്തം ജീവിതത്തെ കണ്ടുണർന്ന് നമുക്ക് പശ്ചാത്തപിക്കാം. ദൈവമക്കളെ, യേശു വരാറായി. പ്രിയ ദൈവവൈതലേ, നീ ഒരു സാധാരണ മനുഷ്യനല്ല. നീ അറിഞ്ഞുകൊള്ളണം, നീ കണ്ട ദർശനം അത് വ്യർത്ഥമല്ല. വിശുദ്ധന്മാർ നിന്നോട് പറഞ്ഞ ദൂതുകൾ ഒരിക്കലും വ്യർത്ഥമല്ല. നീ നന്നായിട്ട് അറിഞ്ഞാട്ട് കണ്ണുകളെ അടയ്ക്കാം. കർത്താവിന്റെ സന്നിധിയോട് നമുക്ക് അടുത്തിയെല്ലാം. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. ഈ പ്രകൃതിയുടെ ഒരു പ്രതിഭാസത്തിന് നിന്നോടുള്ള ദൈവത്തിന്റെ നീതിയെ തടയാനൊക്കത്തില്ല. കണ്ണുകൾ അടച്ചാട്ട് കഴിയുന്നിടത്തോളം എല്ലാവരും ഒരു നിമിഷം മുഴങ്കാൽമേൽ ഇരുന്നാട്ട്. നീ അസംഖ്യം ദുഃഖങ്ങളോടും വേദനകളോടും കൂടെയാണോ വന്നിരിക്കുന്നത്? കർത്താവ് ഇന്ന് രാത്രി വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ. ആരും ദയവായി മൗനമായിരിക്കരുത്. നിന്റെ ഭാരങ്ങളെല്ലാം ദൈവത്തെ അങ്ങ് ഏൽപ്പിച്ചാട്ട്. ഇവിടെ പ്രാർത്ഥിക്കാൻ അനേക വിഷയങ്ങൾ ലഭിച്ചു. നീ നാളുകളായി പ്രാർത്ഥിക്കുകയാണോ ദൈവവൈതലേ? ഈ രാത്രിയിൽ കർത്താവ് നിനക്ക് മറുപടി തരും. നീ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. എവിടെയാണ് പരാജയം സംഭവിച്ചത്? ഒന്ന്, കർത്താവേ, എന്റെ വിശ്വാസത്തിന് ഒരുപാട് കുറവ് സംഭവിച്ചു പോയി. അയ്യോ, അതെന്നോട് ക്ഷമിക്കണമേ. നീ എന്റെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിച്ചു തരണമേ. അതിനേറ്റൊരു ഒരു അഭിഷേകം സിയോനിൽ നിന്ന് ഇന്ന് രാത്രി എന്റെ മേൽ അയക്കണമേ കർത്താവേ. കർത്താവേ, നിന്റെ പ്രവൃത്തിയുടെ സമയം വരെ കാത്തിരിക്കാൻ കഴിയാതെ ഞാൻ നിന്റെ വാക്കുകളെ മറന്നു മനുഷ്യനെ ആശ്രയിച്ചിട്ടുണ്ട്. അത് ഭോഷത്വമാണെന്ന് എനിക്കറിയാം. ശമൂവേൽ പറഞ്ഞ വാക്ക് ദാവീദ് വിശ്വസിച്ചു. 17ഓളം വർഷം കാത്തിരുന്നാണല്ലോ അദ്ദേഹം രാജ്യത്വം പ്രാപിച്ചത്. ജോസഫ് കണ്ട ദർശനം അദ്ദേഹം വിശ്വസിച്ചു. ദീർഘവർഷം കാത്തിരുന്നാണല്ലോ അത് നിവർത്തിച്ചത്. എന്റെ കഴിഞ്ഞ കാലത്തിൽ ഞാൻ അത് മറന്നു മനുഷ്യനെ ആശ്രയിച്ച് യേശുവേ അങ്ങ് എന്നോട് ക്ഷമിക്കണം. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. ആരും ദയവായി മൗനമായിരിക്കരുത്. കർത്താവേ, പലപ്പോഴും എനിക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞിട്ടില്ല. അയ്യോ, അതെന്റെ ജീവിതത്തിലെ തെറ്റാണ്. വലിയ വിഷയങ്ങളൊന്നുമല്ല, ചെറിയ കാര്യങ്ങളാണ്. എനിക്ക് എന്റെ സഹോദരങ്ങളോട് ക്ഷമിക്കാൻ ഒക്കുന്നില്ല. എന്റെ കൂട്ടുവിശ്വാസിയോട് ക്ഷമിക്കാൻ ഒക്കുന്നില്ല. എന്റെ ജീവിതത്തിലെ തെറ്റാണ്. അതാണ് എന്റെ രോഗത്തിന്റെ പിന്നിൽ, അതാണ് എന്റെ ബാധയുടെ പിന്നിൽ, അതാണ് എന്റെ കുഞ്ഞുങ്ങളെ വേട്ടയാടുന്ന സാത്താന്റെ പിന്നിൽ. ഇന്ന് രാത്രി നീ എന്നോട് അത് അറിയിച്ചു. ഞാൻ അതിൽ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ. എല്ലാവരും അതിരങ്ങളെ തുറന്ന് ഏറ്റു പറഞ്ഞാട്ട്, നിങ്ങളുടെ ഹൃദയാവസ്ഥയൊന്ന് തുറന്നു പറഞ്ഞാട്ട്, ഇന്ന് രാത്രി ദൈവം നിനക്ക് പുതിയൊരു ഹൃദയം തരും. ഇല്ല സാത്താനെ, ആരും എനിക്കൊരു ദോഷവും ചെയ്തിട്ടില്ലെന്നൊന്ന് ഏറ്റു പറഞ്ഞാട്ട്. ജോസഫ് പറഞ്ഞ അതേ വാക്ക്, സഹോദരന്മാരെ, നിങ്ങൾ എനിക്കൊരു ദോഷവും ചെയ്തിട്ടില്ല. ഇന്ന് ഞാൻ പോകുന്ന കഷ്ടത അതെന്റെ ദൈവത്തിന്റെ വഴിയാണ്. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന വേദന അതെന്റെ ദൈവത്തിന്റെ വഴിയാണ്. ഇന്ന് ഞാൻ പോകുന്ന ദാരിദ്ര്യം ആ ദർശനത്തിന്റെ പിന്നിലാണ്. ഞാൻ അവിശ്വസ്തനാണെങ്കിലും എന്റെ ദൈവം വിശ്വസ്തനാണ്. ഞാൻ അതിനായി കാത്തിരിക്കും. എന്റെ ദൈവത്തിന്റെ പ്രവൃത്തിക്കായി കാത്തിരിക്കും. ഞാൻ 1000 വട്ടം ആ വിഷയം ക്ഷമിക്കുമെന്ന് ഏറ്റു പറഞ്ഞാട്ട്, ഞാൻ 1000 വട്ടം ഞാൻ എന്റെ സഹോദരനോട് ക്ഷമിക്കും. ഞാൻ 1000 വട്ടം എന്റെ കൂട്ടുവിശ്വാസിയോട് ഞാൻ ക്ഷമിക്കും. സാത്താൻ ലജ്ജിക്കട്ടെ, പാപത്തിന്റെ ശക്തി പാളയത്തെ വിട്ട് ഓടിപ്പോകട്ടെ. ഇന്ന് രാത്രി ദൈവം വലിയൊരു പ്രവൃത്തി നിന്റെ മധ്യേ ചെയ്യും. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. ദുഃഖത്തോടെ നീ മടങ്ങി പോകരുത്. 2013 എന്ന വർഷം ചില നാളുകൾക്ക് മാത്രം അവശേഷിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുകയാണ്, ആണ്ടുകൾ കഴിയും മുമ്പ് ദൈവം നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കും. ആണ്ടുകൾ കഴിയും മുൻപേ അവൻ നിന്റെ ദർശനം നിവർത്തിച്ചു തരും. ആണ്ടുകൾ കഴിയും മുൻപേ നിന്റെ കണ്ണുനീർ അവൻ തുടച്ചു തരും. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ. ഇല്ല, അവൻ ഒരിക്കലും കൈവിടത്തില്ല. നിന്റെ തീരുമാനമാണ് ഇന്ന് രാത്രി അറിയേണ്ടത്. നമുക്കൊരു നല്ല യാഗപീഠമുണ്ട്, നമുക്കൊരു നല്ല പുരോഹിതനുണ്ട്, നമുക്ക് മാറ്റപ്പെടാത്ത വാഗ്ദത്തങ്ങളുണ്ട്. വിശ്വസിക്കാം. പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താട്ട് ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നാട്ട്, കർത്താവേ, ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. മനുഷ്യനെ ആശ്രയിച്ചത് തെറ്റായിപ്പോയി. ഞാനത് ഇന്ന് നിർത്തുകയാണ്. എന്റെ കാര്യങ്ങൾ നിങ്കിലേക്ക് ഉയർത്തുന്നു. നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു കർത്താവേ. പലപ്പോഴും ദീർഘക്ഷമയോടെ കാത്തിരിക്കാൻ കഴിയാതെ എന്റെ മനസ്സും ഹൃദയവും നിരാശപ്പെട്ട് നിനക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. എന്റെ പ്രാർത്ഥന മുടക്കിയിട്ടുണ്ട്. എന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരുത്തിയിട്ടുണ്ട്. ഞാൻ അവിശ്വസിച്ചിട്ടുണ്ട്. അങ്ങ് എന്നോട് ക്ഷമിക്കണമേ കർത്താവേ. അങ്ങ് എന്നോട് 10,000 താലന്ത് ക്ഷമിച്ചെന്ന് എനിക്കറിയാം. എനിക്ക് 100 വെള്ളിക്കാശ് ക്ഷമിക്കാൻ ഒക്കുന്നില്ല കർത്താവേ. നീ ആ കരുണയുടെ ഹൃദയം എനിക്ക് തരണമേ. ആ സ്വർഗീയ ദർശനം എനിക്ക് തരണമേ. സ്തെഫാനോസിന് നൽകിയ സ്വർഗീയ ദർശനം അയ്യോ കർത്താവേ എനിക്ക് നൽകണമേ. ആ കരുണയുള്ള യജമാനന്റെ മനസ്സ് എനിക്ക് തരണമേ. ഹല്ലേലൂയ.
പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താട്ട് ആത്മാവ് ശക്തിയായി നമ്മുടെ മധ്യയെ ആവരിച്ചുകൊണ്ടിരിക്കുന്നു. ആണ്ടുകൾ കഴിയും മുമ്പ് ദൈവം തന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കും. നീ സമാധാനത്തോടെ പോയിക്കൊള്ളുവേ. യഹോവയുടെ സന്നിധിയിൽ നീ അപേക്ഷിച്ച അപേക്ഷ ദൈവം കേട്ടിരിക്കുന്നു. ഇന്ന് കണ്ട ശത്രുവിന് നീ ഒരിക്കലും ഇനിയും കാണത്തില്ല. ഇന്ന് കണ്ട ദുഷ്ടന് ഒരിക്കലും നീ കാണത്തില്ല. ശത്രു അടച്ച വാതിലുകളെ ബലവാനായ ദൂതൻ തുറന്നിരിക്കുന്നു. സാത്താൻ അടച്ച വാതിലുകളെ ദൈവം തുറന്നിരിക്കുന്നു. നിന്നെ അടയ്ക്കുവാണ് രോഗശക്തി യേശുവിന്റെ നാമത്തില് ഇന്ന് രാത്രി നിന്നെ വിട്ടുപോയിരിക്കുന്നു. പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുവേ. വാഗ്ദത്തങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവേ. ആത്മാവ് നമ്മുടെ ഹൃദയത്തെ ഉണർത്തട്ടെ. നമ്മുടെ മീറ്റിംഗിന്റെ അവസാന രാത്രി മീറ്റിംഗ് ആണ്. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ട് ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ ഉണർത്തണം. നിത്യതയോളം നമ്മെ നടത്തുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. അവൻ എല്ലാം നന്മയ്ക്ക് ചെയ്യുന്ന നേച്ചു പറഞ്ഞാട്ട് സകലവും നന്മയ്ക്കായി ചെയ്യുന്നവനെല്ലാം എനിക്കായി കരുതിയിട്ടുണ്ട്. വിശ്വാസത്തോടെ പാടുവേ. ആമേൻ.